Thank God. धन्यवाद परमेश्वर। ഒരു ബ്യൂട്ടിഫുൾ ഡേ കൂടെ തന്നതിനാൽ സ്തോത്രം. एक सुंदर दिन आपने हमको दिया, इसके लिए धन्यवाद। ഒരു ബ്യൂട്ടിഫുൾ മന്ത് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നതിനാൽ സ്തോത്രം. एक बहुत ही खूबसूरत महीना आपने हमको खोल कर दिया, इसके लिए धन्यवाद। ഈ മാസം ഭരിക്കാൻ ഞങ്ങളെ നിയോഗിക്കുന്നതിനാൽ സ്തോത്രം. इस महीने प्रभुता करने के लिए आपने हमको नियुक्तपन दिया है, इसके लिए धन्यवाद। കാര്യങ്ങളെ കീഴടക്കാൻ ഞങ്ങളെ നിയോഗിക്കണം. बातों के ऊपर कब्जा करने के लिए आप हमको नियुक्त करना प्रभु। ഈ മാസം സകല അവകാശങ്ങളും ഇവർ തിരിച്ചു പിടിക്കണം. इस महीने सारे विरासतों को वो फिर से जीत ले। ഒന്നും ഇവർക്ക് നഷ്ടമാകില്ല. कुछ भी इनको नष्ट ना हो जाए। അങ്ങയുടെ മക്കളുടേതെല്ലാം അവരുടെ സ്വന്തമാക്കട്ടെ. जो भी आपके बच्चों का है वो उनका खुद का ही बन जाए। ഞങ്ങളെ ശക്തീകരിച്ച് അയച്ചാട്ടെ. आप हमको सामर्थ्य बनाकर भेजना प्रभु। അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാട്ടെ. आपकी आवाज को हमें सुनाए प्रभु। വെറുതെ വിടരുതാരെ. किसी को भी खाली हाथ ना छोड़े। ആരും അറിയാത്ത നൊമ്പരങ്ങൾ അവർക്കുണ്ട്. उनके अंदर ऐसी दर्द है जिनसे बाहर के लोग अनजान हैं। ആരോടും പറയാൻ കഴിയാത്ത വേദനകൾ അവർ ചുമക്കുന്നുണ്ട്. किसी से बांट नहीं सकते वैसी भार उनके जिंदगी में है। പക്ഷെ അതിന്റെ ആൻസർ ഇന്ന് അവർക്ക് നൽകണം. पर उसका उत्तर आज उनको सौंपना पड़ता। അപ്പൊ ഇന്ന് അവർ ജയം കൊണ്ടല്ല പോകേണ്ടത്, അങ്ങയും കൊണ്ട് പോകണം. पिता आज वो जय के साथ नहीं, पर वो आपको लेकर यहां से जाए। അങ്ങുണ്ടെങ്കിൽ ജയം അവിടെ ഉണ്ട്. अगर आप हो तो वहां जय भी है। പിശാച് അറിയേണ്ടത് ഇവർ നിന്റെ വകയാണെന്ന്. शैतान ये समझना है कि ये आपके लोग हैं। ഇവർക്കൊരു ദൈവം ഉണ്ടെന്നും ദൈവത്തിന് ഇവരുണ്ടെന്നും പിശാച് അറിയട്ടെ. इनका एक परमेश्वर है और ये परमेश्वर के जन हैं, ये शैतान जान पाए। കർത്താവ് ഇത് ചെയ്യുന്നതിനാൽ സ്തോത്രം. प्रभु आप वो कर रहे हो, इसके लिए धन्यवाद। ഞങ്ങൾ അങ്ങിൽ ശക്തരാകാൻ ഇടയാക്കിക്കാട്ടെ. हम आप में बलवंत हो जाए, ऐसे हमको मदद करना। മഹത്വം മുഴുവൻ അങ്ങിക്ക് തരും. सारी महिमा आपको सौंपते हैं। അങ്ങ് ഇവരെ ചുംബിക്കണമേ. आप इनको चूमना प्रभु। അങ്ങ് ഇവരെ തലോടണമേ. आप इनको आश्वासन देना प्रभु। ഇവരെ ചേർത്ത് പിടിക്കണമേ. आप इन्हें आपके करीब रखना प्रभु। അവർ അനുഭവിക്കട്ടെ അപ്പാ നിന്നെ. वो आपको अनुभव कर पाए पिता। മഹത്വം മുഴുവൻ അംഗീകാരം തരും. सारी महिमा आपको सौंपते हैं। യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में पूछते हैं, आमीन, आमीन, आमीन। എല്ലാവരും ഇരുന്നോട്ടെ. सभी बैठ जाइए। കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. प्रभु यीशु मसीह के नाम में सभी को प्रेम भरा वंदन। ദൈവപ്രവൃത്തികളുടെ മാസമാണ്, അതിനകത്ത് മാറ്റമില്ല. ये अगला 3 महीना परमेश्वर के श्रेष्ठ कार्यों का महीना है, बिना कोई शक। ബൈബിളിൽ ഒരു വാക്യമുണ്ട്, രണ്ടുപേരുടെ വാ മൊഴിയൽ ഏത് കാര്യം ഉറപ്പാക്കും. वचन में कहा गया है, जब दो लोग इस एक बात को कबूल कर लेते हैं, मान लेते हैं, वो वहां स्थापित हो गया है। അത് രണ്ടുപേര് ആത്മ നിറവി പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. और उन दोनों लोग अगर आत्मा के भरपूरी में कहे तो बिना कोई शक के वो पूर्ति രണ്ടല്ല में മൂന്ന് आएगा। പേര് പറഞ്ഞു കഴിഞ്ഞു. ये तो 2 नहीं 3 लोगों ने आत्मा के भरपूरी में कहा। ഇനിയുള്ള 3 മാസങ്ങൾ വെരി പവർഫുൾ ആയിരിക്കും. ഇന്ന് തുടങ്ങുക. तो अगला 3 महीना बहुत ही सामर्थ्य होगा, आज से उसका शुरुआत है। ആമേൻ. കർത്താവ് ചുമ്മാ ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടത്തില്ല.
परमेश्वर ऐसे ही कुछ करने के लिए हमसे नहीं कहेगा। നിനക്ക് തന്ന നന്മ നിന്നോട് വേർതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പ്ലാൻ ചെയ്തിട്ട് അത് പറയുന്നു. आपके भलाई का अंश अगर हर दिन अलग करने के लिए कहा गया तो उसके पीछे की योजना रखकर, प्लान रखकर उसने वो करने के लिए कहा होगा। എനിക്കറിയാം ചിലർ അതിന്റെ ഒറിജിനൽ അർത്ഥം മനസ്സിലായല്ല ചെയ്ത്. मैं जानता हूं कि कुछ लोग वेदी के उस पूर्णता सच्चाई को जानकर नहीं किए हैं। वो ദൈവ നിയോഗം ഉള്ളപ്പോൾ ആ വിഷയം ഞങ്ങൾ പഠിപ്പിക്കും. जब ये परमेश्वर हमको वो नियुक्तपन देगा, अगुवाई देगा, तब हम सिखाएंगे। അത് പഠിക്കത്തക്കവണ്ണമുള്ള ആത്മീക വിശാലത നിങ്ങളുടെ ബുദ്ധിക്ക് വരുമ്പോൾ ഞങ്ങളത് പഠിപ്പിക്കാം. और जब उस प्रकटीकरण को आत्मिक स्तर में आप जब हजम कर पाओगे, तभी उस क्षमता को बढ़ाओगे, तब हम उसे सिखाएंगे। നിങ്ങൾക്ക് ബുദ്ധി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ, തെറ്റിദ്ധരിക്കില്ലേ. जब मैं ये कहता हूँ, ऐसा नहीं सोचना कि आप में कोई आत्मिक बुद्धि ആ नहीं है, ബുദ്ധിക്ക് ഒരു വിശാലത വരണം. पर उस आत्मिक बुद्धि को एक विशालता की जरूरत है। അത് കേൾക്കുമ്പോ അത് എന്തിനാ പറഞ്ഞെന്ന് അതേ രീതിയിൽ ചിന്തിക്കാനുള്ള പക്വത വരുമ്പോ അത് പറയും. जब वो कहा जाता है वो क्यों कहा गया, जब ये आप पहचान पाओगे, तब हम इस बात को आपसे बांटेंगे। നമുക്കൊരു കുഴപ്പമെന്നു ചോദിച്ചാൽ കിട്ടുന്ന കാര്യം പറഞ്ഞാൽ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. हमारी कमी ये है कि मिलने के बारे में कहते जाए तो हमको वो पसंद आता है सुनने को, പക്ഷെ കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് അത് അതിന് പിന്നെ 100 കമന്റാ. पर कभी भी परमेश्वर देने के बारे में हमको सिखाएगा तो हमको उस बात में थोड़ी तकलीफ महसूस होती है। മനസ്സിലായോ? പക്ഷെ ബൈബിളിൽ കൊടുക്കുന്നതിനാ ഇമ്പോർട്ടന്റ്, കിട്ടുന്നതിനല്ല ഇമ്പോർട്ടന്റ്. पर वचन के अंदर देने का बात में मुख्यता है, प्राप्त करने के बात में नहीं। ദൈവം പോലും മേടിച്ച പരിപാടിയില്ല, കൊടുത്ത പരിപാടിയുള്ളൂ. परमेश्वर भी सिर्फ प्राप्त करने के बातों पर मुख्यता नहीं, पर देने के बातों में मुख्यता देता है। നമ്മുടെ ദൈവം ഒന്നും നമ്മുടെ നിന്ന് മേടിക്കുന്ന ദൈവമല്ല, എല്ലാം നമുക്ക് തരുന്ന ദൈവമാണ്. हमारा परमेश्वर कुछ भी हमसे लेने वाला परमेश्वर नहीं, पर सब कुछ हमको देने वाला परमेश्वर। നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടിയാലും തിരിച്ചു പ്രതികരിക്കും. और हमारे परमेश्वर की एक खासियत है कि एक गिलास पानी भी उसे दे तो वो उसके लिए भी प्रतिक्रिया करेगा। ഒരെണ്ണം പച്ചവെള്ളത്തിന് പോലും കടവിടാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. तो जो पानी देते हैं उसके लिए भी कर्ज चुकाने वाला परमेश्वर है। അപ്പൻ അങ്ങനെയാണെങ്കിൽ മക്കളും അങ്ങനല്ലേ ആകട്ടെ. अगर पिता इस स्वभाव का है तो बच्चे भी उस स्वभाव को ले चलना चाहिए, അല്ലെങ്കിൽ നമ്മൾ ആ അപ്പന്റെ രക്തമല്ലെന്ന് പറ. नहीं तो फिर हम उस पिता के लहू के नहीं ऐसे कहना होगा। ബ്ലഡിൽ ജനിച്ചതല്ല, ആ ബ്ലഡ് ചെയ്യുന്നത് ചെയ്യും. जो उस लहू में जन्म लिए तो उस लहू के सारे स्वभाव को वो प्रदर्शित करेंगे। നമ്മളെല്ലാം യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ജനിച്ചവരാ. हम सब यीशु मसीह के लहू के द्वारा जन्म लिए हैं। യേശു വന്നിട്ട് മൊത്തം ഇവിടെ തന്നേച്ചു പോയ ആളാ. यीशु इस धरती पर आए, सब कुछ देकर वो लौटा, എന്നിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി കൂടെ മേടിച്ചു തന്നു. तो स्वर्ग में गया, जो और बाकी है उसे भी उसने हमको पकड़ ഇപ്പൊ कर दे ഒന്നും दिया। ബാലൻസ് അവിടെ കർത്താവിനില്ല. अभी परमेश्वर के पास वहां पर कुछ भी बाकी नहीं है, അത് മൊത്തം എടുത്ത് നമുക്ക് തന്നു. वो सब कुछ हमको दे അപ്പൊ दिया। തരുന്ന ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത്. देने वाले परमेश्वर की हम सेवा करते हैं, മേടിക്കുന്ന ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. हम उस परमेश्वर की आराधना नहीं करते जो सब कुछ लेना चाहता है। അതുകൊണ്ട് നമ്മളും കൊടുക്കുന്നവരായി മാറണം. तो हम भी देने वाले बन जाए। ആമേൻ, आमीन। ആമേൻ. ഈ നമുക്ക് ഈ മേടിക്കുന്ന കൾച്ചർ ഓടുന്ന് വന്നാന്നറിയോ? ये सब कुछ सिर्फ प्राप्त करना है, ये परंपरा कहां से आई पता है? അറിയോ? നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട്. हम भारतीय लोग हैं, इसके लिए सिर्फ लेने के बारे में ही हम जानते हैं। ഇന്ത്യയിൽ ഇരിക്കുന്ന പുള്ളികളെല്ലാം മേടിക്കുന്ന പുള്ളികളാണ്. भारत में जो रहते हैं वो सिर्फ लेना ही जानते हैं। അവർക്കൊന്നും ഈ പാല് വേണം, एक तो दूध चाहिए, അല്ലെങ്കിൽ എണ്ണ വേണം, नहीं तो तेल चाहिए, അല്ലെങ്കിൽ തേങ്ങ വേണം, नहीं तो नारियल അല്ലെങ്കിൽ चाहिए, പഴം വേണം. नहीं तो केला चाहिए, പിന്നെ അങ്ങനെ അങ്ങ് കിടക്കുക. फिर और भी पदार्थ मांगते हैं। അവർക്കത് കിട്ടിയില്ലെങ്കിൽ അവരുടെ സീസണിൽ അത് അവർക്ക് കിട്ടണം. उनके उस मौसम के समय में उनको ये सब मिलना ही चाहिए। നമ്മുടെ കർത്താവിന് ഇതൊന്നുമില്ല. हमारा परमेश्वर इन कोई भी बात की मांग नहीं നീ करता। ഒരു പഴം കൊടുത്താൽ ഒരു കൊല തിരിച്ചു തരും. अगर हम एक केला दे, वो एक केले का झुंड ही हमको लौटा कर दे देता है। അതാ നമ്മുടെ ദൈവം.
हमारा परमेश्वर കാരണം ऐसा है। മേടിച്ചു വെക്കാൻ ദൈവത്തിന് അറിയത്തില്ല. परमेश्वर नहीं जानता ले ले और सिर्फ अपने पास रख दे। നീ കൊടുത്തുപോയോ മൊത്തം കൂടെ എടുത്ത് തിരിച്ചു തരും. अगर आपने मन से दे दिया तो वो सब कुछ बढ़ोतरी में ही आपको देगा ഞാൻ लौटा എന്റെ कर। ഭാഷയിൽ ഇങ്ങനെ പറയും, मैं मेरे रूप में ऐसे कहता നീ हूं, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ आप अगर परमेश्वर को एक गिलास पानी ഒരു दो നീരുറവ തിരിച്ചു തരും. वो आपको एक झरना खोल कर देगा। കണ്ണീന്ന് കണ്ണുനീര് കൊടുത്താൽ अगर आंखों से आंसू गिरे മരുഭൂമിയിൽ ഉറവ തുറന്നു കൊടുക്കും. वो मरुस्थल में झरनों के स्रोतों को खोलता है। ഹാഗാറ് വെള്ളമല്ല കൊടുത്തത്, കണ്ണുനീരാ കൊടുത്തത്. हागार ने पानी नहीं पर अपने आंसू को दिया, കർത്താവ് ഉറവയാ തുറന്നു കൊടുത്തത്. परमेश्वर ने झरने को खोल दिया। ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? जो मैं कह रहा हूं कि आप समझ पा रहे हो। അപ്പൊ കർത്താവിനെ നമ്മൾ എന്തോട് കൊടുത്ത് തോപ്പിക്കാൻ ശ്രമിക്കണം. तो हम परमेश्वर को दे देकर हराने की इच्छा रखें। മലാക്കിയിൽ കർത്താവ് അങ്ങനെ ചലഞ്ച് ചെയ്തു. मलाकी नबी के पुस्तक में परमेश्वर कहता है इसी चेतावनी को करो। അതിന് പകരം നമ്മൾ എന്താണെന്നറിയോ, തെണ്ടി കർത്താവിനെ തോപ്പിക്കാനെന്ന് നോക്കും. पर हम क्या कर रहे हैं कि हम ऐसे तुच्छ बनकर जीकर भीख मांग कर हम ऐसे ही जीना चाहते हैं। നമ്മൾ അതങ്ങ് കൂട്ടുക. ये भीख मांगना हम बढ़ाते हैं। എത്ര കിട്ടിയാലും നമുക്ക് തൃപ്തിയില്ല, പിന്നെയും നമ്മളങ്ങ് ഭീക്ക് മാങ്ങുക. कितना भी मिले तो भी तृप्त नहीं, फिर और भीख मांगते रहते हैं। പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? क्या आप समझ पा रहे हो? നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി നോക്കിക്കേ. हमारे मनोभाव को बदल कर देखिए। അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു കാര്യം ചെയ്യണം. वो समझने के लिए एक काम करें। നമ്മൾ എത്ര നാളായിട്ട് കിടന്ന് കർത്താവിനോട് ഇങ്ങനെ ഈ ഒരു ബെഗർ ചോദിക്കുന്ന പോലെ ചോദിക്കുക. हम कितने समय से परमेश्वर से एक भिखारी जैसे भीख मांगता है वैसे हम मांगते रहते हैं। 1000 കാര്യം ചോദിച്ചാൽ 10 കണ്ട് കിട്ടിയിട്ടുണ്ട്. 1000 बातों की भीख मांगी है, 10 उसने दिया है, हम ബാക്കി ഒന്നും കിട്ടിയിട്ടില്ല. बाकी कुछ मिला नहीं। ഇനി നമുക്കൊന്ന് പ്ലാൻ മാറ്റി നോക്കാം. और अभी हम हमारे थोड़े रीति को बदल कर देखेंगे। ചോദ്യം നിർത്തിയിട്ട് सवाल पूछना बंद कर കർത്താവിന് കൊടുത്തു നോക്കിക്കേ. परमेश्वर को देना शुरुआत करो എന്നിട്ട് സ്തോത്രം പറഞ്ഞു നോക്കിക്കേ. और फिर स्तुति देना शुरुआत करो। കർത്താവ് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. आप देखेंगे कि परमेश्वर उसके लिए आपको उत्तर देता है। കർത്താവ് ഒരു സെക്കൻഡ് പോലും കടക്കാരനാകത്തില്ല. प्रभु एक सेकंड के लिए भी हमारे प्रति कर्जदार नहीं रहेगा। ഒരു കാര്യത്തിൽ നീ കൊടുക്കുന്ന സ്തോത്രത്തിന് പോലും അവൻ കടക്കാരനാകത്തില്ല. आप जो स्तुति देते हो उसके आधार पर भी वो कर्जदार नहीं है। നീ കൈയടിച്ചാൽ കടവിടത്തില്ല. आपने ताली बजाई तो कर्ज नहीं रखेगा। നീ ആരാധിച്ചാ കടവിടത്തില്ല. आप आराधना करोगे वो कर्ज नहीं നീ रखेगा। പ്രാർത്ഥിച്ചാ കടവിടത്തില്ല. आप प्रार्थना करे वो कर्जदार नहीं रहेगा। നിന്റെ നന്മ നീ കൊടുത്താൽ അവൻ കടവിടത്തില്ല. आपकी भलाई का एक अंश सौंपे वो कर्जदार नहीं रहेगा। പിന്നെ ഈ ഒരു കാര്യം ഞാൻ പറയാം. एक बात मैं आपको समझाता हूँ, बुरा नहीं मानना। കർത്താവ് നിന്നോട് കഞ്ചൂസ് അല്ലെങ്കിൽ നീ തിരിച്ച് കർത്താവിനോട് കഞ്ചൂസ് ആകെ. जब परमेश्वर आपके प्रति कंजूसी नहीं करता तो आप भी परमेश्वर के प्रति कंजूसी ना करें। കർത്താവ് മാസം 30,000 രൂപയും 25,000 രൂപയും 40,000 രൂപയൊക്കെ സാലറി തരണം. और परमेश्वर हर महीने 40,000, 30,000, 25,000 ये पगार आपको देते रहे। എന്നിട്ട് കർത്താവിന്റെ കൊടുക്കുന്ന ഇതിനകത്തോട് 2 രൂപ തൊട്ടിടും. और परमेश्वर को जब देने का समय आता है 2 रुपए का सिक्का डाल देते हैं। ഞാൻ ആത്മാർത്ഥത്തോട് ചോദിക്കും, 10 രൂപയ്ക്ക് ഇപ്പോൾ ഒരു വടാപ്പാവ് കിട്ടുമോ? मैं ईमानदारी से पूछता हूँ, क्या 10 रुपए में एक वड़ा पाव भी मिलता है? കിട്ടുമോ? नहीं കിട്ടുമോ? नहीं। പക്ഷേ കർത്താവിന്റെ പാത്രത്തിനകത്ത് കൊണ്ടുവന്ന് 10 രൂപയുടെ തൂട്ടിടും. पर परमेश्वर के उस दान के पेटी में हम 10 रुपए डाल देते हैं। നിങ്ങൾ കഞ്ചൂസ് ആവില്ലേ? ऐसे कंजूसी ना करें। എന്തുകൊണ്ടാണ് നിങ്ങൾ കഞ്ചൂസ് ആകുന്നതെന്നറിയോ? हम ये कंजूसपन क्यों कर रहे हैं पता है? നിങ്ങൾ ആ ഇടുന്നത് കർത്താവിനാന്നുള്ള ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. क्योंकि
जो दान दे रहे हो वो प्रभु के लिए है, ये बोध हमारे अंदर नहीं है। इसलिए ഞാൻ ആത്മാവി പറയാം, എനിക്ക് നിങ്ങൾ ഒരു പൈസയും തരല്ലേ. मैं आत्मा में कहता हूं, आप मुझे एक भी रुपया मत दो। എനിക്കെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വത്രാച്ച പാത്രത്തിൽ ഇടല്ലേ. आप मेरे लिए दे रहे हो, इस मनोभाव में एक रुपया भी दान पेटी में नहीं डालना। മിനിസ്ട്രിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇടല്ലേ. इस सेवकाई के लिए दे रहे हैं, वो भी सोचकर नहीं देना। സഹായിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇടല്ലേ. मदद करने के लिए दे रहे हैं, ये भी नहीं सोचकर डालना। എന്റെ അപ്പന് കൊടുക്കുവാന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. इस धैर्य के साथ देना कि मैं मेरे पिता को दे रहा हूं। आमेन, आमेन। അവിടെയാണ് നീ ഇടുന്ന പൈസയിൽ ബ്ലെസ്സിംഗ് ആയി മാറുന്നത്. जब आप इस मनोभाव में दान अर्पण करते हो, वो दान आपके आशीष को खोलता है। മനസ്സിലാകുന്നുണ്ടോ? क्या आप समझ पा रहे हो ഞാൻ ഈ പറയുന്ന ദൂത്? जो मैं नबूवत की वाणी कह रहा हूं? ഞാനത് പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല, मैं ये प्रचार नहीं ജസ്റ്റ് करना ഒന്ന് चाह रहा പറഞ്ഞതാ. हूं, सिर्फ एक समझ आपको दी है। നിങ്ങൾ 10 രൂപയെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു വെച്ചിട്ടുള്ളതിലും അതിന്റെ മേൽ കർത്താവിന്റെ കരമുണ്ട്. और इन दिनों अगर आपने सिर्फ 10 ही रुपए आप डाल पाए हो, उस पर भी आप परमेश्वर का हाथ है। അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് പിടികിട്ടിയില്ലെങ്കിലും ആ വേദി നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരിക്കും. और आपने उसके पूर्ण अर्थ को नहीं समझा हो तो भी वो वेदी आपके लिए बातें करेगी। പക്ഷേ ആ രൂപ എടുക്കുമ്പോ നീ വിമർശിച്ചോണ്ടാ എടുത്തെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും കാണത്തില്ല. पर वो वेदी रखने के लिए अगर आपने उस दान को गुड़गुड़ाते हुए डाला है तो उसका कोई भी फायदा आपको नहीं होगा। നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. जरा सोचिए, 25 വർഷം കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞിനെ കൈ കിട്ടി. 25 साल इंतजार करके एक बच्चा हाथ में मिला। 25 വർഷം കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞിനെ കിട്ടി. 25 साल इंतजार किया और फिर एक बच्चा मिला, അവന്റെ പേര് ഇസഹാക്ക്. और उस बच्चे का नाम है इसहाक। 1-2 അല്ല, 25 വർഷം കാത്തിരുന്നു. 1 या 2 साल नहीं, 25 साल। 100ാമത്തെ വയസ്സ് ആകണ്ടി വന്നു ആ കുഞ്ഞ് ജനിക്കാൻ. और 100 का उम्र होना पड़ा उस बच्चे का जन्म होने के लिए। 90 വയസ്സെടുത്തു ആ അമ്മയ്ക്ക് പ്രസവിക്കാൻ. 90 उम्र का होना पड़ा उस माँ को गर्भवती होने के അതുകൊണ്ട് लिए। ഒരു കാര്യം ഞാൻ പറയാം, एक बात मैं कहता हूँ, അപ്പം ചാൻസ് ഉണ്ട് 90ാം വയസ്സിലും പ്രസവിക്കാൻ. तो 90 के उस उम्र में भी गर्भवती होने की संभवता है। സമയം കഴിഞ്ഞെന്ന് ആരും വിചാരിക്കല്ലേ. कोई ऐसे सोचना नहीं कि आपका समय खत्म हुआ। ഉണ്ടോ? आमीन। अगर वायदा है आपके ऊपर ജനിച്ചിരിക്കും. तो जन्म वहां पर होगा। അത്രയും വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ കുഞ്ഞിനെ ഒരു ദൈവം തിരിച്ചു വെച്ചെന്നുള്ളതാണ്. उतने साल इंतजार करके मिला हुआ जो संतान है, परमेश्वर ने उस संतान को मांग लिया। അതും വെറുതെ അല്ല പറഞ്ഞേക്കുന്നത്, और सिर्फ എനിക്ക് യാഗം കഴിക്കാനാ പറഞ്ഞേക്കുന്നത്. और सिर्फ ऐसे ही नहीं मांगा, पर यह कहा कि मुझे बलिदान देने के लिए संतान सौंपो। ഈ കുഞ്ഞിനെ എനിക്ക് ഇങ്ങ് തന്നേക്കെന്നല്ല പറയുന്നത്, യാഗം കഴിക്കുക. ऐसा नहीं कहा कि ये बच्चा मुझे दे दो, पर यह कहा कि ये बच्चे को मेरे लिए बलिदान दे दो। യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നീ എനിക്ക് വേണ്ടി മരിക്കാൻ വിട്ടതാ. बलिदान देना मतलब ये बच्चा तू मेरे लिए मर दे, जो है मरवा देने के लिए मुझे दे दे। എന്തൊരു ദൈവമാ! ये कैसा परमेश्वर है? ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? क्या आप वाणी को समझ पाए? തന്നേച്ചു പറവ ഇങ്ങി തരാൻ തിരിച്ച്. इस परमेश्वर ने ही दिया और वही परमेश्वर कह रहा है मुझे लौटा कर दे दे। പക്ഷെ ദൈവത്തെ അറിയാവുന്നവൻ പറഞ്ഞ വാക്ക് കേട്ടോ, पर वो व्यक्ति जो इस परमेश्वर को जानता ഞാൻ है, ഇത് തരാം, उसने कहा मैं ये അത് दूंगा, ചാരമാകും. वो राख പക്ഷെ बनेगा, ഞാൻ ചാരവും കൊണ്ട് തിരിച്ചു പോകത്തില്ല. पर मैं उस राख को उठाकर नहीं ആ लौटूंगा, ചാരത്തിന്ന് 1000 എണ്ണത്തിനെ കൊണ്ട് ഞാൻ തിരിച്ചു പോകും. उस राख में से हजारों को लेकर मैं लौटूंगा। ഒരു ഇസഹാക്കിനെ തന്നിട്ട് एक इसहाक को ആ सौंपकर ചാരത്തിന്ന് उस राख से 1000 ഇസഹാക്കന്മാരെ കൊണ്ട് ഞാൻ തിരിച്ചു പോകും. हजारों इसहाक को लेकर मैं लौटूंगा। ഞാൻ അടുത്ത ദൂത് പറയാം. अगली नबूवत की वाणी कहता ആ ഇസഹാക്കോട്ട് ചാരോ ആയില്ല, वो इसहाक राख बना भी नहीं, പക്ഷെ ആ യാഗപീഠ 1000 അല്ല കോടിക്കണക്കിന് ഇസഹാക്കുമാരെ അവന് തിരിച്ചു നൽകി. पर वही वेदी ने 100 नहीं लाखों इसहाकों को लौटा कर दिया। ആ ഇസഹാക്ക ഇവിടെ ഇരിക്കുന്നത്, और वो इसहाक यहाँ ആ बैठा है, ഇസഹാക്കുമാരാ ഇവിടെ ഇരിക്കുന്നത്. वो इसहाक की पीढ़ी यहाँ बैठी है। आमीन।
ഞാൻ ഈ പറയുന്ന ദൂത് മനസ്സിലായോ? क्या आप इस वाणी को समझ पा रहे हो? നമ്മുടെ ദൈവത്തെ കൊച്ചാക്കല്ലേ. हम इस परमेश्वर को छोटा ना माने. 1000 രൂപ നിന്റെ കയ്യിൽ തന്നിട്ട് അതിനകത്ത് 100 രൂപ തിരിച്ചു ചോദിച്ചാൽ നീ ടെൻഷൻ അടിക്കല്ലേ. जब वो प्रभु 1000 रुपया देता है, अगर 100 की वो मांग कर रहा है तो आप चिंतित ना हो जाए. ആ 100-നകത്തുനിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. उस 100 के अंदर से वो लाखों उत्पन्न कर सकता है. പക്ഷെ കൊടുക്കാൻ നീ മനസ്സുണ്ടെങ്കിൽ, पर देने के लिए अगर आपका मन है, നീ ആ മാസം 1000 കൊണ്ട് അവസാനിക്കത്തില്ല. उस महीने में आप 1000 के साथ समाप्त नहीं करोगे. ആമേൻ, आमेन, ആമേൻ, ആമേൻ. आमेन. അതുകൊണ്ടാ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ എഴുതിയപ്പോൾ എഴുതിയേ, അവൻ ആർക്കും കടക്കാരനല്ല. इसके लिए एक परमेश्वर के दास जो मेरे दोस्त है, उन्होंने कहा वो किसी के भी कर्जदार नहीं है. അവൻ ആർക്കും ബാധ്യതയല്ല. वो किसी के लिए भी एक भार नहीं है. മലയാളം ആയതുകൊണ്ട് ഞാൻ പാടുന്നില്ല. वो मलयालम है, इसके लिए गीत नहीं എന്നെ गाया. ഒത്തിരി ബലപ്പെടുത്തിയ ഒരു വരികളാണ്. वो लाइंस मुझे बहुत ही बलवंत किए हैं. അവൻ ആർക്കും കടക്കാരനല്ല. ये परमेश्वर किसी से भी कर्जदार नहीं है. അവൻ ആർക്കും ബാധ്യതയല്ല. वो किसी के लिए भी एक भार नहीं है. ഞാനിത് പറയുമ്പോ जब मैं ये कह रहा ഞാൻ हूँ, ആത്മാവിൽ ഒരു കാര്യം മനസ്സിലാക്കും. आत्मा में मैं एक बात समझता ഇന്ന് हूँ. പകൽ ചില ബാധ്യതകൾ പരിഹരിക്കപ്പെടുകയാണ്. आज सुबह कुछ भार को परमेश्वर संभाल रहा ചില है. ബാധ്യതകളുടെ മേൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കുക. कुछ भारों के ऊपर परमेश्वर का हाथ कार्य कर रहा है. ചില ബ്ലോക്ക് ആയിരുന്നത് റിലീസ് ആകുക. कुछ जो अटके हुए थे वो वहां पर रिलीज हो रहा है. റിലീസ് ആകുക. वो रिलीज हो रहा है. ഹസ്ബൻഡ് ഒന്നുകൂടെ ഞാൻ പറയും, നീ കഞ്ചൂസ് ആകല്ലേ. और एक बार कहता हूँ, आप कंजूसी ना करें. നിന്റെ ദൈവം കഞ്ചൂസ് അല്ല. तुम्हारा परमेश्वर कंजूस नहीं है. ഓ നിന്റെ ദൈവം ദരിദ്രനല്ല. तुम्हारा परमेश्वर गरीब नहीं ബൈബിൾ है. പറയുന്ന അവൻ സമ്പന്നനായിരിക്കെ. वचन कहता है वो जो धनवान എന്റെ ദൈവം संपत्ति था, സമ്പന്നനാ. मेरा परमेश्वर धनवान है. ദരിദ്രനായ ഒരു ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. मैं गरीब परमेश्वर की सेवा नहीं करता. അതുകൊണ്ടാണ് എന്റെ പാൽ അവന് വേണ്ടാത്ത. इसके लिए उसे मेरी दूध की അതുകൊണ്ടാണ് എന്റെ जरूरत പഴം है. അവന് വേണ്ടാത്ത. इसलिए उसे मेरे केले की അവൻ जरूरत है. സമ്പന്നനാ. वो अमीर അവൻ है. എല്ലാത്തിനും ഉടയവനാ. वो सबका मालिक है. അവൻ ആഗ്രഹം ഒന്നേ ഉള്ളൂ, उसकी सिर्फ एक ही इच्छा, ഞാൻ സമ്പന്നനാകണം. मैं अमीर बन जाऊं. ഒളിവിനെ നീ ദരിദ്രനാകുന്നല്ല അവന് ഇഷ്ടം. ऑलविन तुम गरीब बनो, ये उसकी इच्छा नहीं है. നീ ആത്മീയത്തിൽ മാത്രല്ല ഭൗതികത്തിൽ നീ സമ്പന്നനാണ്. तुम सिर्फ आत्मिक तौर पर ही नहीं, शारीरिक तौर पर भी तुम धनवान बनो. ആമേൻ. आमेन. ഭൗതികത്തിൽ സമ്പന്നനാകണ്ടായെങ്കിൽ അവിടെ നമുക്ക് വേണ്ടി ഓലപ്പര ഉണ്ടാക്കിയത്. अगर शारीरिक तौर पर धनवान बनना ही नहीं था तो स्वर्ग में वो शायद हमारे लिए एक छोटी सी झोपड़ी को बना देता था. അവിടെ പോലും എന്നോ വിലയുള്ള വീടാ ഉണ്ടാക്കുന്നത്. स्वर्ग में भी कितना बहुमूल्य घर उसने हमारे लिए बांधा है. ദൈവത്തിന്റെ അടുത്ത വാക്ക് ഞാൻ പറഞ്ഞുതരാം. परमेश्वर के अगले शब्द को मैं कहता हूँ. ദൈവം എന്താ പറഞ്ഞത്? ദൈവരാജ്യം അവിടെ ഉണ്ടെന്നാന്ന് പറഞ്ഞു, അതോ അത് നിങ്ങളുടെ ഇടയിലും ഉണ്ടെന്നാന്ന് പറഞ്ഞു? जब प्रभु ने कहा कि परमेश्वर का राज्य, क्या परमेश्वर ने ऐसे कहा कि वहां पर है या तुम्हारे बीच में है? ദൈവരാജ്യം ഇവിടെയുണ്ട്. परमेश्वर का राज्य यहाँ पर भी है. അവിടെ എങ്ങനാണോ അതിന്റെ റെപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്. वहां पर स्वर्ग में जैसा है उसका उसी रूप में यहाँ पर भी है. അവിടെ എത്ര മനോഹരമാണോ, उधर जितना सुंदर है, അവിടെ എത്ര വിലയേറിയതാണോ, उतना वो कितना बहुमूल्य है, അത്രയും വിലയേറിയതാ ഇവിടെ. उतना ही बहुमूल्य धरती पर भी है. അത്രയും മനോഹരമുള്ളതാ ഇവിടെ. उतना ही सुंदर इस धरती അപ്പൊ पर भी നീ है. മനോഹരമുള്ളതാകണം. अगर आप सुंदर बन जाए, വെൽത്തി ആയിരിക്കണം എന്നുള്ളത് आप धनवान बन जाए, എന്റെ ദൈവത്തിന് ഇഷ്ടം. ये मेरे परमेश्वर की इच्छा है. ദൂത് മനസ്സിലായോ? क्या आप इस वाणी को समझ पाए? കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്ന് ഒത്തിരി ചിന്തിച്ച ഒരു ഭാഗമാണ്. पिछले दिन में बहुत इन वचनों के बारे में सोच रहा था. കർത്താവ് എന്ന് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. प्रभु ने कहा कि परमेश्वर का राज्य तुम्हारे അത് बीच में है. ഭക്ഷണമല്ല, പാനീയമല്ല, और वो खाना या पीना नहीं, നീതിയും സമാധാനവും കർത്താവിലേക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു.
और वो धार्मिकता आनंद और परमेश्वर की खुशी की है। അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവേ, ദൈവരാജ്യം ഞങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവിടുത്തെ നേച്ചറേ ഇവിടെ ഉള്ളോ അതോ റിയാലിറ്റിയിൽ ഇവിടെ ഉണ്ടോ? तो मैंने प्रभु से पूछा कि आप कहते हो राज्य हमारे बीच में है, तो क्या सिर्फ उसकी स्वभाव है या वास्तविकता में यहाँ पर है? അപ്പൊ കർത്താവിനോട് പറഞ്ഞെന്താ? तो प्रभु ने मुझसे ये कहा എടാ, ഞാൻ സമ്പന്നനായിരിക്കെ कि मैं धनवान था, ദരിദ്രനായിട്ട് ഈ ഭൂമിയിലോട്ട് വന്നത് मैं गरीब बनकर यहाँ इस धरती पर आया, നിങ്ങളെ രാജ്യത്തിൽ കൊണ്ടുവന്ന് മാത്രം പറഞ്ഞുകൊണ്ടല്ല, സമ്പന്നനാക്കി രാജ്യത്തിലാക്കാവുന്നതാണ്. Amen. उसका उद्देश्य यही नहीं था कि सिर्फ तुम्हें राज्य में लाओ, पर तुम्हें धनवान बनाकर मैं राज्य में लाओ, ये मेरी इच्छा थी. നമ്മൾ സമ്പന്നനാകേണ്ടതിന് അവൻ ദരിദ്രനായി. और हम धनवान बने इसलिए प्रभु गरीब बन गया. ആമേൻ. Amen. ഞാൻ പറഞ്ഞ പടി കിട്ടിയോ? क्या आप समझ पाए? യേശു ദരിദ്രനായപ്പോൾ ഞാൻ സമ്പന്നനായി. आओ. जब यीशु गरीब बन गया, उसके कारण मैं धनवान बन गया. അപ്പൊ ദാരിദ്ര്യം ആരുടേതായിരുന്നു? तो गरीबी किसकी थी? എന്റേത് യേശു ഏറ്റെടുത്തു. मेरी गरीबी यीशु ने ദൈവത്തിന്റെ स्वीकार किया സമ്പന്നത നമുക്ക് തന്നു. और परमेश्वर की धनवंता हमको दी. അതാണ് കർത്താവ് പറഞ്ഞു, ഞാൻ ദരിദ്രനായി നിന്നെ സമ്പന്നനാക്കാൻ. तो यही प्रभु ने कहा, मैं गरीब बना ताकि तुझे संपन्न बनाऊं. സമ്പന്നനായവനാ ദൈവരാജ്യത്തിൽ. वाओ. तो जो धनवान बना है वो राज्य के നീ अंदर है. ദരിദ്രനായിരുന്നപ്പോൾ നീ ലോകത്തിലായിരുന്നു. जब तुम गरीब थे तब तुम दुनिया में थे. നീ എന്നിലെത്തിയപ്പോൾ जब तुम मुझ में आ നിന്റെ गए, ദാരിദ്ര്യം മാറി. तुम्हारी गरीबी हट നീ गई. ഇപ്പോൾ ദൈവരാജ്യത്തിലാണ്. तू अभी परमेश्वर के राज्य में है. आमेन. നിന്റെ ദാരിദ്ര്യം മാറിയപ്പോഴാ നീ ദൈവരാജ്യത്തിലായി. जब तुम्हारी गरीबी टूट गई, तुम परमेश्वर के राज्य में आ गए. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? क्या आप इस वाणी को समझ पाए? ആ വാക്യം ഒന്ന് എടുക്കാം. അവൻ സമ്പന്നനായിരിക്കെ. कुरिन्थियों का दूसरा पत्री 8वां अध्याय 9वां आयत. तुम हमारे प्रभु यीशु मसीह का अनुग्रह जानते हो कि वह धनी होकर भी तुम्हारे लिए कंगाल बन गया, ताकि उसके कंगाल हो जाने ഇവിടെ से മലയാളം കൂടെ ഇട്. तुम धनी हो जाओ. ആ വാക്യം ഒന്ന് നോക്കിക്കോ ഒന്നുകൂടെ. നിങ്ങൾ ഹിന്ദി അറിയാവുന്നവർ ഹിന്ദി വായിക്കുക, ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇംഗ്ലീഷ് വായിക്കുക, മലയാളം അറിയാവുന്നവർ മലയാളം വായിക്കുക. जो भी अपने अपने भाषाओं को यहाँ देख रहे हैं, आप उस वचन पर ध्यान देना. कुरिन्थियों का पत्री दूसरा पत्री उसका 8वां अध्याय 9वां आयत. तुम हमारे प्रभु यीशु ആദ്യത്തെ मसीह. ക്ലോസ്, അവൻ സമ്പന്നനായിരുന്നിട്ടും. पहली शर्त यह है कि वो धनी होकर भी. ശ്രദ്ധിച്ചു കേൾക്കുക. ध्यान से सुनना. ദാരിദ്ര്യം യേശു ക്രിസ്തുവിന്റെ വകയല്ല. गरीबी, कंगालपन यीशु मसीह का भाग नहीं है. വല്ലതും പിടി കിട്ടിയോ? क्या आप समझ पाए? അവൻ സമ്പന്നനായിരുന്നു. वो धनी था. ശ്രദ്ധിച്ചു കേൾക്കുക. ध्यान से सुनना. ഈ ഭൂമിയിലോട്ട് വരുന്നതിന് മുമ്പ് അവൻ സമ്പന്നനാ. इस धरती में आने से पहले वो धनवान है. അവൻ മനുഷ്യനായപ്പോ ദരിദ്രനായി. वो मनुष्य जब बना वो പക്ഷെ गरीब बना, ദൈവത്തിൽ അവൻ സമ്പന്നനാ. पर वो परमेश्वर में धनवान है. അപ്പൊ ദാരിദ്ര്യം യേശുവിന്റെ മനുഷ്യത്വത്തിൽ മാത്രമേ ഉള്ളൂ. तो गरीबी जो है यीशु के मनुष्यत्व में ही है. അതെന്തുകൊണ്ട്? वो क्यों है? നമുക്ക് വേണ്ടി. हमारे लिए. ആ ദാരിദ്ര്യത്തിന്റെ കാരണം ആരാ? उस गरीबी का कारण कौन है? നമ്മൾ. हम हैं. നമ്മൾ ഉണ്ടാക്കി വെച്ച ദാരിദ്ര്യം പൊളിക്കാൻ അവൻ ദരിദ്രനായി. हमने जिस गरीबी को उत्पन्न किया उसे तोड़ने के लिए यीशु गरीब बना. ഏതെന്ന് പറയുന്ന സമ്പന്നതയിൽ വസിക്കേണ്ട നമ്മൾ അനുസരണക്കേട് കാണിച്ച് ദാരിദ്ര്യത്തിലോട്ട് പോയപ്പോ, और एदन जो उस धनवान के अनुभव में रहने के लिए नियुक्त किए गए, हम आज्ञा न मानने के कारण जो गरीबी में चले गए. ഒന്നുകൂടെ പറയാം. और एक बार कहता हूं, ഏതെന്ന് പറയുന്ന സമ്പന്നതയിൽ एदन वाटिका जो वो धनवान या संपत्ति का जगह है, അധ്വാനിക്കണമായിരുന്നു. क्या वहां पर मेहनत करनी ഏതെന്നിൽ थी? അധ്വാനിക്കണോ? एदन में क्या मेहनत പറ. करनी थी? ജോലി ചെയ്യണോ? काम करना था क्या? नहीं. വേണോ? नहीं. ജസ്റ്റ് അതിനെ നോക്കി നടത്തിയാൽ മാത്രം മതി. सिर्फ वहां का देखभाल करने की जरूरत थी.
അവിടെയുള്ള സകലയും ഭരിച്ചു നടന്നാൽ മതി. जो भी है सिर्फ उस पर प्रभुता करना था. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള ആദാം, वैसा आदम, ജോലി ചെയ്യുന്ന ആദമായി മാറിയത് എങ്ങനെ? ये मेहनत करने वाला आदम कैसे बन गया? അവന്റെ അനുസരണക്കേടല്ലേ? वो उसका आज्ञा न मानने के कारण. മുള്ളും പറക്കാരെ ഉണ്ടാക്കുന്നത് അനുഭവം അവനല്ലേ ഉണ്ടാക്കി. ये कांटों और उस मेहनत के उस अनुभव को उसने उत्पन्न किया. ഞെരുക്കത്തെ അവനല്ലേ വിളിച്ചു വരുത്തിയേ. कमी घटी को उसने नियौता दिया. അപ്പൊ യേശു അതിലേക്ക് വന്നതെന്തിനാ? അത് പൊളിക്കാൻ. तो यीशु उस परिस्थिति में क्यों आया? उसे तोड़ देने. അവന്റെ സമ്പന്നതയിൽ നിന്ന് ആദമിന്റെ ദാരിദ്ര്യത്തിലേക്ക് വന്നു. उसकी संपन्नता से वो आदम के गरीबी में आया. അത് വിട്ടിട്ട് വന്നെന്നല്ല, छोड़कर नहीं आया. അവന്റെ സമ്പന്നതയിൽ നിന്ന് ആദമിന്റെ ദാരിദ്ര്യത്തിലോട്ട് വന്നു. उसकी संपन्नता से वो आदम के गरीबी में आया. സമ്പന്നത വിട്ടിട്ട് വന്നാൽ നമ്മൾ എന്നും ദാരിദ്ര്യത്തിലായിരിക്കും. अगर वो संपन्नता छोड़कर आता तो हम सदा गरीबी में रहते. അവൻ അവന്റെ സമ്പന്നതയിൽ നിന്ന് आमीन. ദാരിദ്ര്യം അവന്റേതല്ല, ആദമിന്റെ ദാരിദ്ര്യത്തിലോട്ട് വന്നു. वो उसकी संपन्नता से आदम के गरीबी में आया. ആദമിന്റെ ദാരിദ്ര്യത്തിലോട്ട് യേശു വന്നപ്പോൾ आदम के गरीबी में जब यीशु യേശുവിന്റെ आया, സമ്പന്നത ആദാമിന്റെ സമ്പന്നതയായി. यीशु की संपन्नता आदम की संपन्नता बन गई. എന്നിട്ട് അവനെ ദൈവരാജ്യത്തിലാക്കി. और फिर उसे परमेश्वर के राज्य में लाया. ഇപ്പൊ പിടികിട്ടിയോ? क्या आप समझ पाए? അപ്പൊ എവിടുന്ന് കിട്ടി ഈ ദാരിദ്ര്യ ആത്മീയതയാണെന്നുള്ള ദൂത്? गरीबी में ही आत्मिकता है, यह सोच कहां से आई? ഞെരുക്കങ്ങളും പട്ടിണികളും ബുദ്ധിമുട്ടുകളും ആത്മീയതയാണെന്ന് ആര് പഠിപ്പിച്ചു? ये गरीबी, ये कमी घटी, भूखापन, ये सब आत्मिक स्थिति है. ये किससे सीखा है? യേശു ക്രിസ്തുവിനെ സേവിച്ചത് നിമിത്തം ആഹാരം തരാതെ വരുമ്പോ നീ പട്ടിണിയാവും. और यीशु मसीह की सेवा करने के द्वारा खाना जब नहीं दिया गया तब आप भूखे हो. ഞാനൊരു കൊച്ചനുഭവം പറയാം, നിങ്ങൾക്ക് അപ്പൊ അത് പിടികിട്ടും. एक छोटी गवाही मैं आपके साथ बांटता हूं. എന്റെ പപ്പ ട്രിവാൻഡ്രത്ത് പാസ്റ്ററായിട്ട്. मेरे पिताजी जो है त्रिवेंद्र में पासवान के कार्य में थे. ട്രിവാൻഡ്രത്തെ വിശ്വാസികളെല്ലാം ഈ മുക്കുവര മത്സ്യം പിടിക്കുന്നു. और वहां के जो विश्वासी लोग हैं वो मछुआरे लोग हैं. അവര് കൂടുതലും ഹിന്ദുക്കളും പിന്നെ അല്ലാത്ത ആളുകളും. और वहां ज्यादा हिंदू लोग और भी अन्य जाति के लोग. അവിടെ ഒരു ആന്റി ഉണ്ട്. वहां की एक आंटी ആദ്യമായിട്ട് യേശുവിനെ കണ്ടുമുട്ടി. पहले बार उन्होंने यीशु के साथ मुलाकात ആന്റിക്ക് की. 12 മക്കളാ. उनके 12 बच्चे हैं. ആ 12 മക്കളും മീൻ പിടിക്കുന്നവരാ. वो 12 बच्चे मछुआरे हैं. ഇവരെ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഇവരെ മീൻ പിടിക്കാൻ അനുവദിക്കത്തില്ല. तो जब यीशु से मुलाकात कर लिया फिर इन्हें मछुआरा बनना उन्होंने नहीं अनुमति दिया. ഇവർ ചെന്ന് സാധനം മേടിക്കുന്ന കടകളിൽ അവര് സാധനം കൊടുക്കത്തില്ല. ये जिस दुकान में जाके सामान लेना चाहते थे दुकानदार सामान नहीं देता था. ഇവർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, ഇവർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് അവർ പട്ടിണിയില്ല. ऐसा नहीं कि उनके पास कुछ नहीं, पर कुछ भी उनको मिल नहीं रहा, इसके लिए भूखेपन में थे. കാരണം വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകാൻ സമ്മതിക്കത്തില്ല. क्योंकि समुद्र में जाकर मच्छी पकड़ने के लिए अनुमति नहीं ഇവര് है. കടയിൽ ചെന്നാൽ സാധനവും കൊടുക്കത്തില്ല. दुकान में जाए सामान देने के लिए भी कोई नहीं है. നിങ്ങൾ ഈ ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ളവർക്ക് അതെനിക്ക് മനസ്സിലാകും, ഇതൊരു വലിയ സൊസൈറ്റിയാണ്. जो त्रिवेंद्र में आए वो जानते हैं बहुत बड़ा एक समूह है. കടലറമ്പിലുള്ള വലിയൊരു സൊസൈറ്റിയാണ്. समुद्र के पास रहने वाला बहुत बड़ा एक समूह है. ഈ പുള്ളിക്കാരത്തി ഒരു ദിവസം പകല് പുറത്തോട്ട് ഇറങ്ങി ഒരൊറ്റ കരച്ചിലങ്ങ്. और ये आंटी एक दिन सुबह निकलकर जोर से रोने लग गई. കാരണം വീട്ടിൽ ഇച്ചിരി അരിയുണ്ട്, क्योंकि घर में थोड़ा चावल है കറി വെക്കാനൊന്നുമില്ല. और सब्जी रखने के लिए कुछ भी नहीं है. ഈ കടലറമ്പി കിടക്കുന്നവർക്ക് ഇച്ചിരി മീൻ ഇല്ലെങ്കിൽ അവർക്ക് ഇറങ്ങത്തുമില്ല. जो समुद्र के करीब रहते हैं थोड़ा मच्छी नहीं रहे तो उनको हजम नहीं എന്താ होता. നടന്ന സംഭവം എന്നറിയോ? वहां पर क्या हुआ पता है? ലിറ്ററലി നടന്ന സംഭവം. ये वास्तविकता में वहां ഈ हुआ. പുള്ളിക്കാരത്തി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോ जब ये आंटी रोने लग गए ഒരു प्रार्थना करने പരുന്ത് लगी, ഇറങ്ങി വന്നു. एक ईगल एक चील उतर कर आया. എന്നിട്ട് മീൻ പിടിക്കാൻ പോയവന്റെ വള്ളത്തെ കടന്ന ഒരു മീൻ കൊത്തിപ്പൊക്കി. और एक मछुआरे के उस नाव से एक मच्छी को उसने उठा लिया. പക്ഷെ എനിക്ക് ആ പരുന്തിനെ ഇഷ്ടമാണ്. मुझे वो चील पसंद आया. അവിടെ കിടന്ന കൊച്ചു മീനൊന്നും പൊക്കിയില്ല. वहां के कोई छोटे मछली को नहीं उठाया. ഒരൊറ്റ കിങ് ഫിഷിനെയാ പൊക്കിയത്. एक बड़े किंग फिश को उसने वहां से उठाया. നിങ്ങൾ ചിരിക്കാനല്ല, റിയാലിറ്റിയാ.
एक बड़ा सुरमई कोई उसने उठा लिया है, सच्ची बात है, തൂക്കി പൊക്കി उठा लिया ഈ ആന്റിയുടെ മുന്നിൽ കൊണ്ട് കൊത്തിയിട്ടു. और इस आंटी के सामने लाकर डाल दिया. ഇത് ഒരു ദിവസമല്ല, ये एक दिन नहीं, ഒരു മാസം ചെയ്തു. एक महीना उसने ऐसे किया. അവര് പട്ടിണി കിടന്നില്ല, वो भूखे नहीं रहे. ജനം പട്ടിണി കിടത്താൻ നോക്കി. और वहां के लोग उन्हें भूखा मारना चाहते അത് थे. ബൈബിള് പറഞ്ഞു, അത് ചിലപ്പോ നടന്നേക്കും. वो वचन कहता है वो शायद हो सकता है. പക്ഷെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരനുഭവം ഈ ബൈബിള് നിനക്ക് തരുന്നില്ല. पर गरीबी नाम की एक अनुभव ये वचन तुमको अनुमति नहीं देती. आमेन. आमेन. ആമേൻ. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ मैं यीशु मसीह के ഈ नाम में ദൈവസഭയ്ക്കകത്ത് നിന്ന് इस कलीसिया के अंदर से ദാരിദ്ര്യത്തെ ക്യാൻസൽ ചെയ്യുക. गरीबी को मैं तोड़ता हूँ. ദാരിദ്ര്യത്തെ ക്യാൻസൽ ചെയ്യുക. गरीबी को तोड़ता हूँ. നിന്റെ പാപം ദാരിദ്ര്യം കൊണ്ടുവരും. तेरे पाप गरीबी को लाएगी. നിന്റെ അനുസരണക്കേട് ദാരിദ്ര്യം കൊണ്ടുവരും. तेरी आज्ञा न मानना गरीबी को लाएगी. ദൈവത്തെ ധിക്കരിച്ച ദാരിദ്ര്യം വരും. परमेश्वर का विरोध करे तो പക്ഷെ നീ गरीबी आएगी. ദൈവത്തെ സേവിച്ചാൽ पर अगर तू परमेश्वर की ഒരു सेवा करे ദാരിദ്ര്യം നിന്നെ തൊടത്തില്ല. कोई गरीबी तुझे नहीं छुएगी. ഞെരുക്കം നിന്നെ തൊടത്തില്ല. कोई कमी घटी नहीं छुएगी എന്റെ तुझे. ദൈവം मेरा അവൻ परमेश्वर സമ്പന്നനാ, वो धनवान നീയും है. സമ്പന്നനാ. वो और धनवान है. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? कितने लोग समझ पा रहे हैं इस ആ वाणी को? സംഭവം പിടികിട്ടിയോ? क्या आप उस संभव का समझ യേശു पाए? സമ്പന്നനാ, यीशु संपन्न है. ദരിദ്രനായില്ല. वो गरीब बना नहीं. ആദമിന്റെ ദാരിദ്ര്യത്തിലോട്ട് വന്നു. आदम के गरीबी में आया. അത് കഴിഞ്ഞ മുമ്പലത്തെ ആഴ്ചത്തെ ദൂതൂടെ മനസ്സിലാകുന്നവർക്ക് അത് പിടികിട്ടും. और इस एक हफ्ते के पहले के वाणी को जो समझे वो और समझ पाएंगे. അതുകൊണ്ട് ഞാൻ അന്ന് ചോദിച്ചേ, യേശു ദൈവമാണോ? इसलिए मैंने पूछा उस दिन, क्या यीशु परमेश्वर है? ഞാൻ ആ ചോദ്യം ഇന്നും നിങ്ങളോട് ചോദിക്കുക. उस सवाल को आज भी मैं आपसे पूछता हूं. ഈസ് ജീസസ് ഗോഡ്? क्या यीशु परमेश्वर है? ഇൻ ഏദൻ യേശു ഉണ്ടോ? एदन वाटिका में क्या यीशु है? കഴിഞ്ഞ മുമ്പലത്തെ ആഴ്ചത്തെ പ്രസംഗം കേട്ടവരൊന്ന് കൈ ഉയർത്തി. इस पिछले हफ्ते के पहले जो हफ्ता था उस दिन प्रचार जो भी सुने अपने हाथ को उठाए. നിങ്ങൾ എന്താ കേട്ടത്? आपने क्या सुना? ഞാൻ അന്ന് ഈ സെയിം ചോദ്യം ചോദിച്ചു. इस सवाल ഈസ് ജീസസ് ഗോഡ്? यही सवाल मैंने पूछा था, क्या यीशु परमेश्वर है? കാരണം നിങ്ങളത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രസംഗം നിർത്തും. तो अगर आप समझ नहीं पा रहे तो मैं मेरा प्रचार रोक दूंगा. ഞാൻ ഫിലോസഫി അല്ല ഇവിടെ നിന്ന് പറയുന്നത്. मैं यहाँ पर कोई सिद्धांत या कोई शास्त्र नहीं बांट നിങ്ങൾ रहा. കേൾക്കേണ്ട ദൂതാ ഞാൻ പറയുന്നത്. जो आपको वाणी सुननी है वो बांट रहा എനിക്കിത് हूं. വേണ്ട എങ്കിൽ എന്നോട് പറഞ്ഞാൽ അത് ഞാൻ നിർത്താം. अगर आपको लगता है कि ये नहीं चाहिए तो मुझे बताएं, मैं समाप्त करूंगा. കേൾക്കുന്ന ദൂത് ഗ്രഹിച്ചേ പറ്റൂ. जो वाणी सुनते हो वो പിന്നെ ग्रहण ഭൂത करना അതിലൂടെ ही है. പിശാച് എടുത്തിട്ട് ചൊറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. और फिर वहां से लड़ाई है, शैतान आ रहा है, ऐसे कहकर कुछ फायदा नहीं. ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാന്നുള്ള ബോധം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്? मैं जिस परमेश्वर की आराधना करता हूं वो कौन है ये नहीं जानू तो मसीह है कहने में क्या फायदा? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ഐഡിയ ഇല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് ദൈവത്തെ ത്യജിച്ച് ജീവിക്കുന്ന. मसीह है ये दावा करते हुए आराधना करने वाले परमेश्वर को नहीं जानते तो इस मार्ग से हटकर जीना ही अच्छा है. മറ്റും മതസ്ഥരെ നോക്ക്, അവരവരുടെ ദൈവത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. और भी रिलीजन को देखो, वो उनके
देवताओं के बारे में गहराइयों में पढ़ाई ഇത് करते हैं। കൂടെ നടക്കാൻ ദൈവത്തെ കിട്ടുന്നു. ये हम साथ में चलने के लिए परमेश्वर मिला है, അവന്റെ ശബ്ദം കേൾക്കുന്നു. उसकी आवाज को सुन रहे हैं। കാരണം നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. हम जिस परमेश्वर की आराधना करते हैं उसकी पूर्ण समझ हमारे अंदर होनी चाहिए। അതിനാണ് ഞാൻ മറ്റൊരു സബ്ജക്റ്റും തൊടാതെ കർത്താവിനെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നത്. इसलिए कोई और विषय को छुए बिना सिर्फ प्रभु के बारे में मैं सिखाता हूं। യേശു എന്ന പേര് പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? यीशु ये नाम क्या पुराने करार में कहीं भी है? എവിടെയെങ്കിലും ഉണ്ടോ? क्या कहीं पर भी है? ഒരിടത്തെങ്കിലും. कि किसी एक स्थान में तो भी है क्या? ഇല്ല. नहीं है। എന്നാൽ യേശു എന്ന പേരിന് സമമായ ഒരു പേര് പഴയ നിയമത്തിലുണ്ട്. पर यीशु इस नाम की समानता रखने वाली एक नाम पुराने करार में अदेदा। है। वो क्या है? അല്ല, യോശുവ. यहोशू का नाम है। ഹീബ്രുവിലെ യോശുവ എന്നുള്ള പേരാണ് പുതിയ നിയമത്തിൽ ജീസസ് എന്ന് പറയുന്നത്. इब्रानी में यहोशू जो नाम है वो नए करार में यीशु उस नाम की समानता में है। രണ്ടിന്റെ മീനിങ് ഒന്നാ. दोनों का अर्थ एक है। അപ്പൊ ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ध्यान से सुनना। യേശു എന്ന പേര് ദൈവത്തിന്റെ പേരല്ല. यीशु ये नाम परमेश्वर का नाम नहीं है। യേശു എന്ന പേര് ദൈവം മനുഷ്യനായപ്പോ ഇട്ട പേരാണ്. यीशु ये नाम परमेश्वर जब मनुष्य बना उसको दिया गया नाम है। ഇത് അങ്ങനെ ഗ്രഹിച്ചെങ്കിൽ ഈ വാക്യം നിങ്ങൾക്ക് പിടികിട്ടും. अगर इसे हम समझे तो ही इस वचन को समझ पाएंगे। ക്രിസ്തു ഒരിക്കലും ദരിദ്രനാകുന്നില്ല. मसीह कभी भी गरीब नहीं बनता। ക്രിസ്തു ഓൾവേസ് സമ്പന്നനാണ്. मसीह सदा के लिए संपन्न है। പക്ഷെ യേശു ദരിദ്രനായി. पर यीशु गरीब बना। ദൈവത്തിന്റെ മനുഷ്യത്വമാ ദരിദ്രനായത്. परमेश्वर का मनुष्यत्व गरीब बना। ആ മനുഷ്യത്വം ആരെ ഏറ്റെടുത്തു? उस मनुष्यत्व ने किसका स्वीकार? ആദാമിനെ ഏറ്റെടുത്തു. आदम को स्वीकार किया। ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? क्या आप समझ पाए? ശ്രദ്ധിക്കുക. ध्यान से सुनना। ദൈവത്തിന്റെ മനുഷ്യരൂപമാണ് യേശു. परमेश्वर का मनुष्य रूप है यीशु। യേശു ആരുടെ ദാരിദ്ര്യം ഏറ്റെടുത്തു? ആദമിന്റെ ദാരിദ്ര്യം ഏറ്റെടുത്തു. यीशु ने आदम के गरीबीपन को स्वीकार किया। അതിന്റെ കാരണം എന്താ? उसका कारण क्या? യേശു പാപിയാണോ? क्या यीशु पापी है? പക്ഷെ പാപമായി തീർന്നെന്ന് ബൈബിൾ പറയുന്നല്ലോ. पर वचन कहता है कि वो पाप बन गया। ഇല്ലേ അങ്ങനെ വാക്യം? यस यस ഉണ്ടോ? यस। He became sin. യേശു ചലഞ്ച് ചെയ്തു പറയുന്നുണ്ട്, നിങ്ങളിൽ ആർ എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്തും. यीशु ने ऐसे चेतावनी भी दी कि तुम में से कौन मेरे पाप की बोध मुझे दे सकता है। എന്നിട്ട് പറയുന്നു യേശു പാപമായി തീർന്നു. फिर कहते हैं कि यीशु पाप बन गया। അല്ല, ഈ വാക്യമല്ല. उसके पहले ആ വ്യത്യാസം പിടികിട്ടുന്നുണ്ടോ? उसके फर्क को क्या आप समझ पा रहे हो? ഞാനതാ പറഞ്ഞേ, ക്രിസ്തുവിൽ നിന്ന് യേശുവിലേക്കുള്ള മാറ്റം, യേശുവിൽ നിന്ന് ജീസസ് ക്രൈസ്റ്റിലേക്കുള്ള മാറ്റം, ഇത് പഠിക്കുമ്പോഴേ നമ്മൾ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ ഐഡിയ നമുക്ക് കിട്ടും. इसके लिए मैंने कहा मसीह से यीशु तक का सफर, यीशु से यीशु मसीह का उस सफर को जब हम समझ पाएंगे, हम आराधना करने वाले परमेश्वर को हम जान पाएंगे। കർത്താവായ യേശു ക്രിസ്തു എന്നൊരു വാക്ക് പഴയ നിയമത്തിലുണ്ടോ? पुराने करार में क्या ऐसा शब्द है प्रभु यीशु मसीह? ഉണ്ടോ? नो। കർത്താവെന്നുണ്ട്. प्रभु करके है या ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾ കാണുന്നത് ആഫ്റ്റർ ക്രൂസിഫിക്ഷന് ശേഷം. या
क्रूसीकरण के बाद ही हम देखते हैं कि प्रभु यीशु मसीह ये शब्द उपयोग किया है। ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? क्या आप समझ पा रहे हैं? യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള പേര് വന്നത്. यीशु के मरने, गाड़े और जी उठने के बाद प्रभु यीशु मसीह ये नाम बताया പഴയ गया। നിയമത്തിൽ ലോർഡ് എന്ന് വിളിച്ചത് മുഴുവൻ യാഹ്വേയാ. पुराने करार में जो भी प्रभु कहा वो यहोवा को पुकारा है। ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? क्या आप समझ पा रहे हो? അപ്പൊ ലോർഡ് എന്നുള്ളത് ദൈവത്തിന്റെ പേരാ. ये प्रभु जो है वो परमेश्वर का नाम है। അത് പിതാവായ ദൈവത്തെ ലോർഡ് എന്ന് പറയും, पिता परमेश्वर को प्रभु बुलाते हैं, പുത്രനായ യേശുവിനെ ലോർഡ് എന്ന് പറയും, पुत्र यीशु मसीह को प्रभु പരിശുദ്ധാത്മാവിനെ ലോർഡ് എന്ന് बुलाते हैं, പറയും. पवित्र आत्मा को प्रभु बुलाते ഇത് हैं। മൂന്നല്ല ഒന്നാ. ये तीन अलग नहीं, ये ഇത് एक കഴിഞ്ഞ है। ആഴ്ച ഞാൻ പറഞ്ഞു, पिछले रविवार में कहा ദാനിയേൽ था, കണ്ട യാഹുവേയും दानिയേल ने जिस यहोवे को देखा, യോഹന്നാൻ കണ്ട ഈ ജീസസും സെയിമാ. यूहन्ना ने जिस यीशु को देखा, ये दोनों सेम है। രണ്ടുപേരും ഒരേ രീതിയിൽ കണ്ട്. दोनों ने भी समान रूप में देखा। ഒരാൾ അത് ക്രൈസ്റ്റാന്ന് പറഞ്ഞു, एक ने कहा कि ये मसीह है, ഒരാൾ അത് യാഹുവേ എന്ന് പറഞ്ഞു. एक ने कहा कि ये यहोवा है। മനുഷ്യന്റെ പരിധിയിൽ അതാ പറയുന്നു. मनुष्य के सीमा में वो वही പക്ഷേ कहता ഈ रहा। ബൈബിള് പറയുന്നത് ഇത് രണ്ടും ഒന്നാണ്. आमीन। पर बाइबल कहता है कि ये दोनों भी एक ही है। ആ ദൈവത്തിന്റെ പേരല്ല യേശു. उस परमेश्वर का नाम नहीं है यीशु। ആ ദൈവം ജഡമാകാൻ തീരുമാനിച്ചപ്പോൾ ആ ജഡത്തിന്റെ പേരാണ് യേശു. ये परमेश्वर जब मनुष्य बनना चाहा, उस मनुष्य रूप का नाम है यीशु। ആ ജഡരൂപമാണ് ദാരിദ്ര്യം ഏറ്റെടുക്കാൻ തയ്യാറായത്. उस मनुष्य रूप ने गरीबी को स्वीकार किया। ആ ദാരിദ്ര്യം ആരുടേതാ? അത് ആദമിന്റേതാ. वो गरीबी किसकी है? आदाम की है। ആ ശരീരം പാപം ചെയ്യത്തില്ല, वो शरीर पाप नहीं പക്ഷെ करेगा, ആ ശരീരം പാപം ഏറ്റെടുത്തു. पर वो शरीर ने पाप को स्वीकार ആരുടെ किया। പാപം ഏറ്റെടുത്തു? किसके पाप को? ആദമിന്റെ പാപം ഏറ്റെടുത്തു. आदाम के पाप को ले ഇപ്പൊ लिया। അവനിലുള്ളത് എല്ലാം ആദമിലുള്ളതാ. तो अभी उसके पास जो भी है वो सब आदम का है। അപ്പൊ ദൈവത്തിലുള്ളത് അവന്റെ ശരീരത്തിൽ വന്നു. तो जो परमेश्वर का है वो उसके शरीर में आया। അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്ന നമ്മളെല്ലാം അവന്റെ ശരീരമായി മാറുന്നെന്ന് ഈ പറയുന്നത്. इसके लिए जब हम उद्धार पाते हैं, ये कहा गया कि हम उसका शरीर बन जाते हैं। അവൻ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് അവന്റെ രക്തം കൊണ്ട് ഒരു ശരീരമാണ് ഉണ്ടാക്കിയത്. वो हमारे शरीर में आकर उसके लहू के द्वारा उसने एक शरीर को ആദമിന്റെ बनाया। ശരീരത്തിലോട്ട് വന്നിട്ട് आदाम के शरीर में आकर ആദമിന്റെ ശരീരം അവൻ സ്വീകരിച്ച്, उसने आदाम के शरीर को स्वीकार അതുകൊണ്ട് किया। അവനെ പറയുന്നത് ഒടുക്കത്തെ ആദമെന്ന്. इसलिए उसे अंत का आदाम कहा ആ गया। ശരീരം മേടിച്ചിട്ട് वो शरीर स्वीकार करके ആ ശരീരത്തെ തറയ്ക്കാൻ, ക്രൂശിൽ തറയ്ക്കാൻ വിട്ടുകൊടുത്തു. उस शरीर को कलवरी पर क्रूसित होने के दिन കുഞ്ഞാടിനെ പോലെ ഏൽപ്പിച്ചു കൊടുത്തു. एक मेमने के समान सौंप दिया। ഒരിക്കലും ക്രിസ്തു കുഞ്ഞാടാന്ന് പറയരുത്. ये कभी नहीं कहना कि मसीह ബൈബിളിൽ मेमना है। ക്രിസ്തു കുഞ്ഞാടല്ല, बाइबल में मसीह मेमना नहीं है, യേശുവാണ് കുഞ്ഞാട്. यीशु है मेमना। आमीन। യോഹന്നാൻ സ്നാപകൻ കുഞ്ഞാടെന്ന് പറഞ്ഞത് യേശുവിനെയാ. यूहन्ना बपतिस्मा ने यीशु को परमेश्वर का मेमना बुलाया। ദൈവത്തെ അല്ല കുഞ്ഞാടെന്ന് പറയുന്നത്. उसने परमेश्वर को मेमना नहीं ദൈവം बुलाया। മനുഷ്യനായപ്പോഴാണ് അത് കുഞ്ഞാടായത്. जब परमेश्वर मनुष्य बना वो मेमना रहा। ഇതെല്ലാം വ്യത്യസ്തമായിട്ട് പഠിക്കണം. ये सब अलग अलग होकर हमको सीखना, അതിന് ബെസ്റ്റ് പുസ്തകം ഹീബ്രുവാ. और उसके लिए बेस्ट पुस्तक इब्रानियों का है। അതിനകത്ത് അത് ക്ലിയർ ആയിട്ടുണ്ട്. उसमें व्यक्त रूप से समझाया गया है। യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിലുള്ള ക്ലിയർ ആയിട്ട് കമ്പാരിസൺ ഉണ്ട്. यीशु मसीह के मनुष्य रूप और दैविकता का खास ഇത് अंतर दिखाई देता വ്യക്തമായിട്ട് है। മനസ്സിലാക്കണം. ये बहुत व्यक्त रूप से समझना है। എന്താ കുഴപ്പമെന്നറിയോ? दिक्कत क्या है पता നമ്മൾ है? കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ദൈവത്തിന്റെ മനുഷ്യത്വത്തെയാ. हम परमेश्वर के मनुष्य रूप में ज्यादा आश्रय रखते हैं। മനുഷ്യത്വത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്തിനാണെന്നറിയോ?
ഡെലിവറൻസിനല്ല. और परमेश्वर के मनुष्य रूप पर एक छुटकारे के लिए आश्रय ना रखे. ദൈവത്തിലെ മനുഷ്യത്വത്തെ നീ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നിന്റെ നേച്ചർ മാറ്റാനാണ്. परमेश्वर के मनुष्य रूप पर तभी आश्रय करना ताकि आप आपके स्वभाव को बदल पाए. യേശു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലോട്ട് വന്നത് ഒന്ന് നീ അങ്ങനെ ആകണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. यीशु मनुष्य रूप में यहां पर इसलिए आया ताकि वो दिखा पाए कि तुम्हें ऐसे बनना है. നീ ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ പൗളിനെ പോലല്ല ജീവിക്കണ്ടേ, അബ്രഹാമിനെ പോലല്ല ജീവിക്കണ്ടേ, ദാവീദിനെ പോലല്ല ജീവിക്കണ്ടേ, യേശുവിനെ പോലെ ജീവിക്കണം. अगर तुम इस धरती पर जी रहे हो तो पौलोस के जैसा, इब्राहिम के जैसा नहीं, पर यीशु के जैसे जीना है. ബൈബിളിൽ വേറെ ആരെ പോലും ആകാൻ പറഞ്ഞിട്ടില്ല. बाइबल में किसी और के जैसा बने ऐसा नहीं कहा है. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ പോലെ ആകുക. प्रभु ने कहा मेरे जैसे बनो. യേശു എന്ന് പറയുന്ന മനുഷ്യത്വം ഈ ഭൂമിയിൽ വന്ന് നമുക്ക് അതുപോലെ ജീവിക്കാനാണ്. और यीशु जो परमेश्वर का मनुष्य रूप यहाँ आया वो ये दिखाने के लिए कि हमको कैसे जीना है. ദൈവത്വം നമുക്ക് ആശ്രയിക്കാനുള്ളത്. उसकी दैविकता हमको आश्रय रखने के लिए है. थैंक यू जीसस. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? क्या आप समझ पा रहे हो? എന്റെ ചോദ്യം, मेरा सवाल, കാൽവറിയിൽ യേശു മരിച്ചു कलवरी पर यीशु मरा. അല്ലേ? यस यस, കാൽവറിയിൽ യേശു, कलवरी पर यीशु मरा. കല്ലറയിൽ യേശുവിനെ വെച്ചു, कब्र में यीशु को रखा. അല്ലേ? यस കറക്റ്റ് ആണല്ലോ. यस, യേശു ഉയർത്തെഴുന്നേറ്റു. यीशु जी उठा. राइट. എന്റെ ചോദ്യം, मेरा सवाल, ആ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ രൂപം എന്താ? जो जी उठा उस शरीर का रूप कौन सा है? എന്റെ ചോദ്യം, मेरा सवाल, യേശുവിനെ മഗ്ദലക്കാരത്തി മറിയ കണ്ടിട്ടുണ്ടോ? क्या ये मगदलीन मरियम ने यीशु को देखा है? ഉണ്ടോ? ഉണ്ട്. देखा है. മരിക്കുന്നുണ്ടോ വരെ കണ്ടത്? मरने तक देखा है. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു കണ്ടോ? जी उठने के बाद क्या उसे देखा? മനസ്സിലായോ? क्या वो समझ पाई? ഇപ്പൊ രൂപം മാറിയില്ലേ? वो समझ नहीं पाई. उसका अर्थ उसका रूप बदल गया. മാറിയോ? ആണിപ്പടിത് അവിടെ ഉണ്ട്. वो खिला मारा वो निशान है. ശിഷ്യന്മാർ എമ്മോസിലോട്ട് പോവാ. चेले एम्मोस की ओर जा रहे हैं. യേശു കൂടെ നടന്നു, यीशु उनके साथ है, സംസാരിച്ചു. बातें कर रहा है. മനസ്സിലായോ? क्या वो जान पाए? नहीं. 3.5 വർഷം കൂടെ ഉണ്ടായിരുന്ന 3.5 साल उनके साथ थे. ഇനി ഞാൻ പറയാം. अभी मैं कहता हूं, മരിക്കുന്നതിന് മുമ്പിലത്തെ പറയാം. मरने से पहले की कहता हूं. വെള്ളത്തിന്റെ മുകളിൽ കൂടെ യേശു നടന്നു വരുക. पानी के ऊपर से यीशु चलकर आ रहा है. ചില മിനിറ്റുകൾ മുമ്പല്ലേ യേശുവിനെ പത്രോസ് കണ്ട്? कुछ मिनट पहले ही पत्रोस ने यीशु को देखा था. അല്ലേ? यस. മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴെന്താ ഇത് യേശുവിന് മനസ്സിലാകാത്ത? कुछ क्षण के बाद वो यीशु को पहचान क्यों नहीं पा रहा? ഭൂതം എന്ന് പറഞ്ഞതിന് കാരണം എന്താ? पत्रोस ने ऐसे क्यों कहा कि भूत आ रहा है? അപ്പൊ ഈ നടക്കുന്നത് तो ये जो चल रहा है മനുഷ്യത്വമല്ല, मनुष्य रूप नहीं चल रहा. മനുഷ്യൻ എന്നെ അറിയാം. अगर मनुष्य रूप होता तो
पहचान അവൻ जाता, ചലഞ്ച് ചെയ്യുന്നുണ്ട്. वो वहां पर നീ चेतावनी देता, കർത്താവാണെങ്കിൽ എന്നോട് അങ്ങോട്ട് വരാൻ പറ. अगर तुम प्रभु हो तो मुझे वहां आने की अनुमति दो. ഇപ്പൊ രണ്ടും രണ്ടായിട്ട് കാണണോ? तो इन दोनों रूप को हमको अलग मानकर समझकर देखना है. यस, യേശു എന്തിനാ മനുഷ്യനായി വന്നേ? यीशु मनुष्य रूप धारण क्यों किए? അവൻ കുഞ്ഞാടാകാൻ, ताकि वो मेमना बने, എന്റെ ദാരിദ്ര്യം പോക്കാൻ, मेरे गरीबी को लेने के എന്റെ लिए, പാപം ഏറ്റെടുക്കാൻ, मेरे पाप को स्वीकारने के लिए, എനിക്കൊരു മാതൃക കാണിക്കാൻ, मुझे एक रोल मॉडल दिखाने के എനിക്കൊരു लिए, മോഡലാകാൻ. मेरे सामने एक उदाहरण പക്ഷെ എന്റെ बनने के लिए. ഡെലിവറൻസ് യേശു അല്ല. ओ, पर मेरा छुटकारा यीशु नहीं, എന്റെ ഡെലിവറൻസ് എന്റെ കർത്താവാ. मेरा छुटकारा मेरा प्रभु എന്റെ है, രക്ഷകൻ അവനാ. मेरा उद्धार करता എന്റെ है वो, വീണ്ടെടുപ്പുകാരൻ അവനാ. मेरा मुक्तिदाता वो है. ഞാനിങ്ങനെ പറയും, मैं ऐसे कहूंगा, യേശുവിനെ നിനക്ക് അടിക്കാം, तू यीशु को मार सकता है, യേശുവിനെ നിനക്ക് തുപ്പാം, यीशु के मुंह पर थूक യേശുവിനെ सकता നിനക്ക് है, നിന്ദിക്കാം, यीशु की निंदा कर सकता യേശുവിനെ है, നിനക്ക് കല്ലെറിയാം, यीशु पर पत्थर फेंक सकता യേശുവിനെ है, നിനക്ക് കുരിശു ചുമപ്പിക്കാം. तू यीशु पर अपने क्रूस को रख പക്ഷെ सकता എന്റെ है, അപ്പനെ നിനക്ക് തൊടാൻ പറ്റത്തില്ല. पर तू मेरे पिता को छू नहीं सकता. യേശു അല്ല എന്റെ അപ്പൻ, यीशु नहीं है मेरा पिता, കർത്താവാണ് എന്റെ അപ്പൻ. प्रभु मेरा पिता, ഉയർത്തെഴുന്നേറ്റവനാണ് എന്റെ അപ്പൻ. जो जी उठा वो मेरा पिता है. അതുകൊണ്ടാണ് പിശാചിന് എന്റെ മേൽ ജയിക്കാൻ പറ്റാത്തത്. इसलिए शैतान मुझ पर जीत नहीं सकता, അതുകൊണ്ടാണ് ഞാൻ ഓൾവേസ് ജയത്തിൽ. इसलिए मैं सदा जय में ही हूं. യേശു ജയിക്കാൻ വന്നവനാ. यीशु जीतने के लिए आया हुआ, ക്രിസ്തു എന്നും ജയിച്ചവനാ. मसीह सदा जीता हुआ है. യേശു മരിക്കാൻ വന്നവനാ. यीशु मरने के लिए आया, ക്രിസ്തു എന്നും ജീവനാ. मसीह सदा जीवन है. आमेन. ഞാൻ പറഞ്ഞ ദൂത് പിടികിട്ടിയോ? क्या आप इस वाणी को समझ पाए? അപ്പൊ വ്യക്തമായി മനസ്സിലാക്കുക. व्यक्ति रूप से समझिए, നിങ്ങളുടെ അകത്ത് കയറട്ടെ. आपके अंदर ये ग्रहण कर ले. ദാരിദ്ര്യം യേശു വെച്ച് നീട്ടിയതല്ല. गरीबी यीशु ने सामने नहीं रख कर दिया, ദാരിദ്ര്യം യേശു ഏറ്റെടുത്തതാ. गरीबी यीशु ने स्वीकार किया. സമ്പന്നതയാണ് അവൻ വെച്ച് നീട്ടിയത്. उसने हमारे सामने संपन्नता को रखा है. അവൻ സമ്പന്നനായിരിക്കെ वो धनी था. ആ വാക്യം ഒന്നുകൂടെ ഇട്ടവൻ എന്റെ വാക്ക് നിർത്തുക. मैं मेरे शब्दों को समाप्त करूंगा. യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ട് और यीशु मसीह धनी होकर भी അവന്റെ ദാരിദ്ര്യത്താൽ और तुम्हारे लिए कंगाल बन गया, നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് ताकि उसकी कंगाल हो जाने से നിങ്ങൾ നിമിത്തം तुम्हारे कारण, ദരിദ്രനായി. वो तुम्हारे कारण कंगाल बन गया. അപ്പൊ അവന്റെ ദാരിദ്ര്യത്തിന്റെ കാരണം ആരാ? तो उसके गरीबी का कारण कौन है? मैं. ആരാ പറ? हम है, हम है. നമ്മൾ നിമിത്തം ദരിദ്രനായി. हमारे कारण वो गरीब बना. നമ്മൾ നിമിത്തം അവൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ हमारे कारण अगर वो അവിടെ गरीब എന്തോ बना, സംഭവിക്കണം? तो वहां पर क्या होना നമ്മൾ है? ആരാകണം? हमको भी कौन बनना है? धनी बनना है. നമ്മൾ നിമിത്തം യേശു ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാകണം? हमारे कारण अगर यीशु गरीब बना है तो अभी हमें क्या बनना है? धनी बनना है. യേശുവും ദരിദ്രൻ, നമ്മളും ദരിദ്രൻ. അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ ഇല്ല. यीशु भी गरीब, हम भी गरीब, ऐसा एक बात बाइबल नहीं कहता है. അതിൽ ഒരാൾ ദരിദ്രനായ മതി. कोई एक गरीब रहे वो ही बस हुआ. പക്ഷെ യേശു പറയും നീ ദരിദ്രനായി കിടക്കാൻ വേണ്ടി
ഞാൻ കാൽവറി കയറിയിട്ടില്ല. यीशु कहता है कि तू गरीबी में रहे उसके लिए नहीं मैं क्रूस पर चढ़ा. ഞാൻ ക്രൂശിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിന്റെ ദാരിദ്ര്യം പൊടിഞ്ഞിട്ടുണ്ട്. अगर मैं कलवरी पर चढ़ा हूं तो तेरा गरीबी टूट गया है. നീ ദൈവരാജ്യത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിന്റെ ദാരിദ്ര്യം മാറിയിട്ടുണ്ട്. अगर आप परमेश्वर के राज्य में हो तो आपकी गरीबी टूट गई നീ है. എന്റെ ശരീരമായി മാറിയിട്ടുണ്ടെങ്കിൽ നിന്റെ ദാരിദ്ര്യം മാറിയിട്ടുണ്ട്. अगर तुम मेरे शरीर बन गए हो तो तुम्हारी गरीबी टूट गई है. आमीन. മനസ്സിലായോ? क्या समझ पाए? ഒരു കാര്യം മനസ്സിലാക്കണം. एक बात समझ लीजिए. ഈ വചനം പറയാത്തത് കയറി നീ വിശ്വസിച്ചിട്ട് അത് നിന്റെയാന്ന് പറഞ്ഞാൽ നീ അത് അനുഭവിക്കേണ്ടി വരും. और जो ये वचन नहीं कहता है अगर आप उसको मानकर अपना मानकर चलते हो और उसे अनुभव करते हो तो बाइबल को गलत नहीं कहना. കാരണം സത്യമേ സ്വതന്ത്രമാക്കും. क्योंकि सच्चाई ही आजादी लाएगी. ഹാഫ് ട്രൂത്ത് നിനക്ക് കുഴപ്പമുണ്ടാക്കും. और आधी जो सच्चाई है वो आपको दिक्कत लाएगी. നീ വിശ്വസിക്കുക ദാരിദ്ര്യ ആത്മീയതയാണെങ്കിൽ വെച്ചോ. अगर आप विश्वास करते हो कि गरीबी ही आत्मिकता है तो आप उसे अनुभव करें. ഞെരുക്കവും പട്ടിണിയും ബുദ്ധിമുട്ടും ആത്മീയതയാണെന്ന് വെക്കുന്നെങ്കിൽ വെച്ചോ. अगर आप सोचते हो कमी घटी भूखापन ये सब आत्मिकता है तो പക്ഷെ आप उसे ഞാൻ अनुभव ചുമക്കുന്ന करें. പുസ്തകം പറയുന്നു എന്റെ യേശു അത് കാൽവറി പൊളിച്ചു. पर मैं जिस बाइबल को ले चलता हूँ वो ഞാൻ कहता അവന്റെ है ശരീരം, मैं गरीबी को तोड़ा ഞാൻ हुआ അവന്റെ यीशु, രാജ്യത്തിലാ. मैं उसका ഞാൻ शरीर हूँ, അവന്റെ മണവാട്ടിയാ. मैं उसका दुल्हन. അതുകൊണ്ട് അത് എന്റെ അവകാശമല്ല. इसलिए ये गरीबी मेरी विरासत नहीं. ഞാൻ പറഞ്ഞു മനസ്സിലായോ? क्या आप समझ पाए? ഈ യഹൂദന്റെ പ്രത്യേകത यहूदी की खासियत है. എന്റെ വാക്ക് നിർത്തുക. मेरे शब्दों को समाप्त करना हो. മണവാളൻ മണവാട്ടിയെ കാണാൻ പോയാൽ दुल्हा दुल्हन से मिलने जाए, അവളെ ഇഷ്ടപ്പെട്ടാൽ दुल्हे को अगर दुल्हन पसंद आ गई, അവന്റെ സ്റ്റാൻഡേർഡിലേക്ക് അവളെ കൊണ്ടുവരാൻ അവൻ ശ്രമിക്കും. दुल्हा अपने औदे में दुल्हन को लाए इसके लिए परिश्रम करता है. അതുകൊണ്ട് പോകുന്നത് വെറും കൈയോടെ പോകത്തില്ല. इसलिए जाते समय ही वो खाली हाथ नहीं जाता ആവശ്യത്തിന് പണവും സ്വർണവും ഒക്കെ കൊണ്ടേ പോകത്തുള്ളൂ. और जितनी जरूरत है उतने पैसे और सारे वस्तुओं को लेकर जाता है. ഏലിയാസർ ഇസഹാക്കിന് പെണ്ണിനെ ആക്കാൻ പോയപ്പോ അങ്ങനെ പോയേ. एलियासर जब इसहाक के लिए दुल्हन ढूंढने गया तभी ये सब लेकर गया था. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ യഹൂദൻ അങ്ങനെ. यहूदी का संप्रदाय കാരണം वैसे है. കെട്ടുമ്പോൾ അവൻ കല്യാണം കഴിക്കുമ്പോൾ അവന്റെ പെണ്ണിന്റെ വീട്ടുകാർക്ക് അവന്റെ സ്റ്റാൻഡേർഡ് വേണം. क्योंकि जब वो शादी करता है तो उस लड़की के परिवार को उसका वो स्तर होना चाहिए. ആമേൻ. आमीन. എന്റെ യേശു അങ്ങനെ. मेरा यीशु भी ऐसा ही है. അവൻ വിവാഹ നിശ്ചയം ചെയ്തേച്ചു പോയേക്കും ദരിദ്രനാക്കി ഇട്ടേച്ചല്ല പോയെ. और उसने जो एंगेजमेंट कर गया है तुमको गरीबी में रख कर नहीं गया. വീട് ഒരുക്കാൻ പോയേക്കുവാ. वो मुझे मेरे लिए घर बनाने गया है. സ്റ്റാൻഡേർഡിലാ എന്നെ ഇവിടെ ആക്കിയേക്കുന്നത്. और वो घर जिस औदे में है उस औदे में मुझे इस धरती पर रखा है. സ്റ്റാൻഡേർഡാ എനിക്ക് ഓരോ ദിവസവും തരുന്നത്. और वो औदा हर दिन वो मुझे देता है. ഡെയിലി ദാരിദ്ര്യത്തിലോട്ട് പോകാനല്ല എന്നെ ഇവിടെ ഇട്ടേക്കുന്നത്. हर दिन गरीबी में रहने के लिए नहीं रखा है. मुझे ഗതികേടിലോട്ട് പോകാനല്ല എന്നെ ഇവിടെ ഇട്ടേക്കുന്നത്. दुरवस्था में जाने के लिए नहीं ഞാൻ ഓരോ रखा है. ദിവസം കഴിയും തോറും आमीन. हर एक दिन जब जाता है ഞാൻ രാജകുമാരനിൽ നിന്ന് मैं राजकुमार से ഞാൻ രാജാവിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുക. मैं राजा के औदे के और बढ़ रहा എന്റെ हूं. പദവി മാറിക്കൊണ്ടിരിക്കുക. मेरा औदा बदलते എന്റെ रह रहा है. അവകാശങ്ങൾ मेरे മാറിക്കൊണ്ടിരിക്കുക. विरासत बदल रहे എന്റെ हैं. വാഗ്ദത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. मेरे वायदे बढ़ रहे हैं. എന്റെ നിയോഗങ്ങൾ मेरे വർദ്ധിച്ചുകൊണ്ടിരിക്കുക. नियुक्तपन बढ़ रहे हैं. ഒരു കൊച്ചു കമ്പനിയിൽ ഓരോ വർഷം കഴിയുമ്പോഴും പ്രൊമോഷൻ ഉണ്ടെങ്കിൽ एक कंपनी में हर साल जब गुजरता है अगर प्रमोशन मिलता है, ഇൻക്രിമെന്റ് ഉണ്ട്, इंक्रीमेंट है, PF ഉണ്ട്. पीएफ मिलता है. ഈ ദീപാവലിക്ക് സ്പെഷ്യൽ ഉണ്ടല്ലേ, दीपा ബോണസ് ഉണ്ട്. दिवाली में बोनस मिलता ഇവിടെ है. ഇവിടുത്തെ കൊച്ചു കമ്പനി ഇത് ചെയ്യുമെങ്കിൽ छोटा कंपनी अगर ये कर എന്റെ सकता അപ്പൻ है അതിലും ചെയ്യടാ. मेरा पिता उससे भी ऊपर करेगा.
എന്റെ അപ്പൻ ദരിദ്രനല്ല, मेरा पिता गरीब नहीं, സകലത്തിന്റെ ഉടമയാ. वो इस सभी का मालिक है। आमीन। മനസ്സിലാകുന്നുണ്ടോ? क्या आप समझ पा रहे हो? ഈ വെളിപ്പാട് ജീവിക്കുക. इस प्रकटीकरण में जिए। ഇന്ന് പകൽ വിട്ടിരുന്നുകൊണ്ട് സകല ഞെരുക്കത്തെയും ദാരിദ്ര്യത്തെയും ചാവട്ടി പൊളിക്കാൻ आज सुबह सारे कमी घटी, सारे गरीबी को कुचल दे अपने पैरों കാരണം से, ഞാൻ കാൽവറിയുടെ സന്തതിയാ. क्योंकि मैं कलवरी का संतान हूं। കാൽവറി എന്റെ ദാരിദ്ര്യത്തെ പൊളിച്ച സ്ഥല, कलवरी ने मेरे गरीबी को तोड़ दिया हुआ जगह, പാപം പൊളിച്ച സ്ഥല, मेरे पाप को तोड़ा हुआ जगह, എന്റെ ഗതികേട് പൊളിച്ച സ്ഥല, मेरे दुरवस्था को तोड़ा हुआ എന്റെ जगह है, താഴ്ചയെ പൊളിച്ച സ്ഥല, मेरे नीचेपन को तोड़ा എന്റെ हुआ जगह ഇരുട്ടിനെ है, പൊളിച്ച സ്ഥല. मेरे अंधकार को तोड़ा हुआ ഞാൻ जगह है। വെളിച്ചത്തിലാ, मैं प्रकाश ഞാൻ में हूँ, സമ്പന്നതയിലാ, मैं संपन्नता में हूँ, ഞാൻ അവകാശത്തിലാ, मैं विरासत में हूँ, ഞാൻ അവന്റെ വകയാ. मैं उसका हूँ। റോമർ പറയുന്നത് എന്തുവാ? ഞാൻ ക്രിസ്തുവിന്റെ കൂട്ടാവകാശിയാ. रोमी कहता है कि मैं मसीह का संगी वारिस हूँ। പിതാവ് പുത്രനായ യേശു ക്രിസ്തുവിനെ ഏത് റേഞ്ച് കാണുന്നു അതുപോലെ കാണുന്നതായ എന്നെ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. उसका अर्थ यह है कि परमेश्वर जैसे मसीह को देखता है उसी रीति में वो मुझे भी देखता है। അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞത് उसके लिए वचन कहता है അവനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. वो अपने बेटे को दे दे, उसके लिए उतना ज्यादा उसने मुझसे प्यार किया। ആമേൻ. आमीन। അവനെ തന്ന് എന്നെ സ്നേഹിച്ചു. उसने मुझसे इतना प्यार किया कि उसने अपने बेटे को दे दिया। അവനെ തന്ന് എന്നെ സ്നേഹിച്ചു. उसने अपने बेटे को दिया और मुझसे प्यार किया। അവന്റെ മുമ്പിൽ മുഖം മറച്ച് എന്നെ രക്ഷിച്ചു. अपने बेटे के सामने मुंह छुपाया और मुझको बचा लिया। ആമേൻ. ആ ലെവലാ എന്നെ ആക്കിയേക്കുന്നത്. मुझे उस स्तर में बना कर रखा है। അപ്പൊ ഏത് റേഞ്ചാ ഞാൻ? तो मैं किस औहदे में ആ खड़ा हूं, ബോധത്തിൽ ജീവിച്ചാട്ട്. उस समझ में हम जिएंगे। ആമേൻ. आमीन। ആമേൻ. आमीन। എത്ര പേർക്ക് ഇന്നത്തെ ദൂത് പിടികിട്ടിയിട്ടുണ്ട്? कितने लोग आज के इस वाणी को समझ पाए? ദൈവം അനുവദിക്കുന്നെങ്കിൽ ജീസസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇത് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. परमेश्वर अनुमति दे तो यीशु प्रभु यीशु मसीह इसका अंतर में मैंने और कार्य समझाऊंगा। बताया। एक बात कहता हूं, നമ്മൾ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പ്രോപ്പർ അറിവ് നമുക്കുണ്ടായിരിക്കണം. हम जिस परमेश्वर की आराधना करते हैं उसका व्यक्त समझ हम में होना चाहिए। നിങ്ങളുടെ ദൈവം മൂന്നാ, നിങ്ങളുടെ ദൈവം എന്നെ ഒന്നാ, നിങ്ങളുടെ ദൈവം പലതാ എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ ഇരുന്ന് ബബ്ബ അടിക്കല്ലേ. और जब कुछ लोग कहते हैं कि तुम्हारा 3 परमेश्वर है, वो 3 एक है, ऐसा सब कहते हैं तो सामने ऐसे ही गुड़गुड़ाते नहीं बैठना। യേശു ദൈവമാണോ? जब पूछते हैं कि यीशु परमेश्वर है क्या, कुछ लोग सवाल पूछते हैं അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. तो हम व्यक्त रूप से समझा कर देंगे। ആമേൻ. आमीन। ആമേൻ. यस आमीन। എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग समझ पा रहे हैं? ഒരു കാര്യം പിടികിട്ടുക, एक बात समझ ले, ഈ ശരീരം ഇല്ലെങ്കിലും ഞാനുണ്ടല്ലോ. ये शरीर नहीं है तो भी मैं उपलब्ध हूं। ഉണ്ടോ? यस ഏ? या ഇത് അഴുകിപ്പോയാലും ഞാനുണ്ടോ? ये शरीर निकल जाए तो भी क्या मैं वहां पर हूं? यस। കൺഫ്യൂഷൻ ആണ്. क्या कोई शक है? പിന്നെ കർത്താവ് വന്നിട്ട് ഈ രണ്ടാമത് വന്നിട്ട് ഈ ഇവിടെ കയറി വരാൻ വിളിക്കുന്ന ആരെയാ? तो जब परमेश्वर दूसरे आगमन में आ रहा है, ऊपर आ जाओ जब ये कहता है तो किसे ऊपर बुला रहा है? ആരെയാ വിളിക്കുന്നത്? किसे बुला रहा है? ഈ ശരീരത്തെ അല്ല. इस शरीर को नहीं बुलाता। ഈ ശരീരം നമ്മൾ കളയും എന്നേക്കുമായി. ये शरीर हम हर वक्त के लिए यहाँ छोड़ देंगे, എന്നേക്കുമായിട്ട് കളയും. हर वक्त के लिए, हर सदा के लिए छोड़ देंगे। പക്ഷെ അതിനകത്തൊന്നുണ്ട്. हाँ, पर इसके अंदर एक है, അതാ ക്രിസ്തു. वो है मसीह। കളയാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി, പൊളിക്കാൻ വേണ്ടി കണ്ടെത്തിയ ശരീരമാണ് യേശു. और तोड़ देने के लिए, मिटा देने के लिए, नाशित करने के लिए खोजा हुआ शरीर है यीशु। വില കൊടുക്കാൻ വേണ്ടി തന്ന ശരീരമാണ് യേശു. दाम चुकाने के लिए दिया हुआ शरीर है यीशु। എന്ന് ആർക്കും കൊടുക്കാത്ത ഒന്നുണ്ട്. पर किसी को भी नहीं दिया जाए अदान वैसा एक है। दैवत्वम। वो है उसकी देविका, അതാണ് ക്രിസ്തു. वो है मसीह, അതാണ് എന്റെ അവകാശം. वो मेरा विरासत है। Thank you, Jesus. Thank you, Holy Spirit.
എത്ര പേർക്ക് ദൂത് മനസ്സിലാവും? कितने लोग इस नबूवत की वाणी ആ समझ पाए? ക്രിസ്തു നിനക്കുണ്ടെങ്കിൽ अगर वो मसीह आपके पास है, നീ ഒന്നിടത്തും കീഴടങ്ങണ്ട. आप कहां पर भी अधीनता में नहीं എനിക്ക് ഒരു रहेंगे। കാര്യം ഉറപ്പാ, एक बात मैं यकीन से ഇന്ന് जानता ചില हूं, മേഖലകളിൽ കർത്തൃത്വം ദൈവം നിന്റെ കയ്യിലോട്ട് കൈമാറുക. कुछ स्थानों में परमेश्वर आपके हाथ में वो प्रभुता सौंप रहा കണ്ണടച്ച് है। പ്രാർത്ഥിച്ചാട്ടെ. आंखों को बंद करके प्रार्थना करें। ഞാൻ ഒന്നുകൂടെ പറയുന്നു, തെറ്റിദ്ധരിക്കല്ലേ. और एक बार कहता हूं, गलत फहमी नहीं रखना। നിന്റെ തെറ്റായ തീരുമാനങ്ങളും आपके गलत निर्णय, നിന്റെ പാപവും आपका पाप, നിന്റെ അവിശ്വസ്തതയും, आपकी विश्वास योग्यता ना रहना, അവിശ്വസ്തത आपकी अविश्वस्तता, നിമിത്തം ഉണ്ടായ ദാരിദ്ര്യം, उसके कारण जो भी गरीबी आई, ഈ ചക്കാത്തി പൊളിക്കത്തില്ല ഇന്ന് രാത്രി. ഇന്ന് പകൽ. उससे आज सुबह परमेश्वर मुफ्त में नहीं तोड़ेगा। അത് നീ മാനസാന്തരപ്പെടാതെ പൊളിയത്തില്ല. आप जब तक मन नहीं फिराओगे तब तक वो गरीबी नहीं टूटेगी। പക്ഷെ തെറ്റായി നീ ധരിച്ചു വെച്ചു. आपने गलत रूप में जो समझ के रखा, ഞെരുക്കം ഒരു ആത്മീയതയാ, ये कमी घटी आत्मिकता है, ദാരിദ്ര്യം ഒരു ആത്മീയതയാ. गरीबी आत्मिकता है। നാളുകളായി അത് ഇങ്ങനെ പിന്തുടരുന്നു. और सालों से आप इस समझ में आगे बढ़ रहे हैं। ഇന്ന് എനിക്കത് മനസ്സിലായി. आज मैं सच्चाई समझ അതല്ല गया, ആത്മീയത, वो आत्मिकता അതെന്നെ नहीं है, തെറ്റിദ്ധരിപ്പിച്ചതാ. वो मुझे गलत सिखाया നീ गया। ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ आज अब समझ लिया ഇന്ന് है, പകൽ ശാസിച്ചോ. आज सुबह उसे डांटे, നിനക്ക് അതിന്റെ മേൽ ജയം തരിക. आपको उसके ऊपर जय दिया जा അതിന്റെ रहा മേൽ है, നിനക്ക് ജയം തരിക. आपको उसके ऊपर जय दिया जा रहा है। ദാരിദ്ര്യം നീ ചുമക്കേണ്ടതല്ല, ये गरीबी आपको ले चलना नहीं है, നീ ജയത്തിലേക്ക് കയറുകയാണ്. आप जय में प्रवेश कर रहे हो। ചില ഞെരുക്കങ്ങൾ ഇന്ന് മാറുകയാണ്. कुछ कमी घटी आज हट रही है, ചില ഇടുക്കങ്ങൾ ഇന്ന് മാറുകയാണ്. कुछ कमी घटी ഒരു सीमाएं हट रही അസാധാരണമായ है, വിശാലത നിനക്ക് തുറക്കും. एक असाधारण विशालता आपके लिए खुल रही है। ശാന്തര ദിയാല വൈഡബല ഹദരഘടക സിയാദന. ആരോടോ ദൈവം പ്രവചിക്കുന്നു, किसी से तो प्रभु ये नबूवत कर रहा है, എത്ര ശ്രമിച്ചിട്ടും ആ ഞെരുക്കം കൊണ്ട് മാറുന്നില്ല. कितना भी मेहनत कर ले वो कमी घटी नहीं हट रही। ഇച്ചിരി ഒന്ന് റിലീസ് ആകുമ്പോ പിന്നെയും പെട്ടെന്ന് ആ ഞെരുക്കം വന്ന് പിടിക്കുക. थोड़ा रिलीज होता है पर जल्द ही वो कमी घटी फिर से कब्जा कर ഇത് लेती है। ആരോടോ ഉള്ള ദൂതായത്. किसी से तो ये नबूवत की ആ वाणी, മേഖല ഇപ്പൊ ബ്രേക്ക് ആവുക. वो स्तर अभी टूट रहा है। आमीन। ഞെരുക്കം, പിന്നൊരു റിലീഫ്, പിന്നെ ഞെരുക്കം, പിന്നൊരു റിലീഫ്. ആ സീസൺ തീർന്നു. कमी घटी फिर थोड़ा आराम, फिर से कमी घटी फिर आराम, ऐसा मौसम आज समाप्त हो रहा അത് है, ബ്രേക്ക് ആകുക. वो टूट रहा है എന്നിട്ട് അവകാശത്തിലോട്ട് നീ കയറുക. और आप आपके विरासतों में प्रवेश कर ഞെരുക്കം रहे നിന്നെ തൊടത്തില്ല. हो। कमी घटी तुम्हें नहीं छुएगी, റിലീസ് ആകുക നിന്റെ നന്മകൾ. आपके भलाइयां आशीषें आपके लिए रिलीज നിന്റെ हो रही വീട്ടിൽ है, കാക്ക വരും. आपके घर में कौवा आएगा, ആമേൻ. നിന്റെ വീട്ടിലെ കലത്തിനകത്ത് അത്ഭുതം നടക്കും. आपके घर के उस बर्तन में अद्भुत कार्य होगा, നിന്റെ ജോലിയിൽ അത്ഭുതം നടക്കും. आपके काम में अद्भुत कार्य നിന്റെ होगा, കഴിവല്ല, आपकी काबिलियत നിന്റെ नहीं, പ്രാപ്തിയല്ല, आपकी क्षमता नहीं, കാൽവരി അത് റിലീസ് ചെയ്യുക. काल्वरी वो आपके लिए रिलीज कर रहा है। आमीन। प्रार्थना करें। ഈ 3 മാസത്തിൽ നടക്കുന്ന ഒരു ഡെലിവറി ये 3 महीनों में होने वाला एक छुटकारा, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആയിരിക്കും. वो आर्थिक छुटकारा होगा। आमीन। 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 ടെസ്റ്റിമണികൾ ഈ ചർച്ചിനകത്തുണ്ടാവും. और इसकी गवाहियां इस कलीसिया में उठेंगी। आमीन। 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 ഒരു വേർഡ് ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം, ഫണ്ട് റിലീസ് ആവും. मुझे पता नहीं, प्रभु ये कह रहा है कि फंड रिलीज हो रहा है, ആർക്കാന്ന് എനിക്കറിയത്തില്ല. किसके लिए पता नहीं। ദൈവാത്മാനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു, पवित्र आत्मा ये कहने के ഫണ്ട് लिए कह रहा है, റിലീസ് ആവും. फंड रिलीज हो रहा है।
ഞാനൊരു വെളിപ്പാടിങ്ങനെ കാണുന്നു. मैं ऐसे एक दर्शन को, प्रकटीकरण को देख रहा हूँ. ഒരു സ്പെഷ്യൽ കോൺട്രാക്ട് സൈനിങ് നടക്കും. एक खास कॉन्ट्रैक्ट का साइनिंग हो रहा है. അത് ബിസിനസ് ആണോ അതോ ഹയർ ലെവലിലുള്ള ജോലി സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല. वो एक बिजनेस के लिए है या एक ऊंचे पोजीशन के लिए है, मुझे पता नहीं. അതൊരു ഒരു ഒരു ഇമ്പോർട്ടന്റ് സൈനിങ് ആണ്. पर वो एक बहुत ही मुख्य साइनिंग है. ഈ 3 മാസത്തിനകത്ത് അത് നടക്കും. ये 3 महीने में ये कार्य होगा. आमीन. ഞാൻ എന്തിനാ ഇത് ഇപ്പൊ പറയുന്ന അറിയോ? ये मैं अभी क्यों कह रहा हूँ? തെളിവ് സഹിതം നമ്മുടെ കയ്യിലുണ്ട്. सबूत के साथ हमारे पास है. ടെസ്റ്റിമണി വരാൻ പോവാ. गवाही आने वाली है. आमीन. आमीन. നിങ്ങളുടെ ഈ സീസൺ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. आपके इस मौसम को आप नष्ट ना करें. തെറ്റായ തീരുമാനങ്ങൾ എടുക്കല്ലേ. गलत डिसीजंस को, निर्णयों को नहीं എടുത്ത് लेना ചാട്ടം കാണിക്കല്ലേ. और जल्दबाजी नहीं करना. ഫുള്ളി ദൈവത്തിൽ ട്രസ്റ്റ് ആയിരിക്കണം. प्रभु पर पूर्ण भरोसा रखें. നിങ്ങളെ ഞെട്ടിക്കുന്ന റിസൾട്ടുകൾ ഉണ്ടാവും. आपको ही आश्चर्यचकित करने वाले परिणामों को आप देखोगे. യേശുവിന്റെ നാമത്തിൽ यीशु के नाम ഈ में പകൽ ഞാനത് റിലീസ് ചെയ്യുന്നു. आज सुबह मैं उस वाणी को रिलीज करता हूं. വചനപ്രകാരം ഇന്ന് പ്രസംഗിച്ച വചനപ്രകാരം आज ऐलान किया उस वचन के आधार पर, കൽവറിയിലൂടെ തുറന്ന സ്വാതന്ത്ര്യപ്രകാരം कलवरी के द्वारा खोला गया वो आजादी के യേശു आधार पर, ക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में ഞാനിത് റിലീസ് ചെയ്യുന്നു. मैं इसको रिलीज करता हूं. എല്ലാ കണ്ണുകളും അടച്ചു सभी अपने आंखों को बंद करें. പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना करें. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, നിന്റെ വചനം പറയും आपका वचन कहता അങ്ങ് है സമ്പന്നനായിരിക്കും. आप संपन्न थे, അങ്ങ് ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. आप गरीबी के अंदर आए. ഞങ്ങളുടെ ദാരിദ്ര്യ നിമിത്തം हमारे गरीबी के कारण അങ്ങ് ദരിദ്രനായി തീർന്നു. आप गरीब बन गए प्रभु, ഞങ്ങളെ സമ്പന്നനാക്കിയല്ലോ. और हमको उसके द्वारा संपन्न बनाया. ആ സമ്പന്നതയിൽ ജീവിക്കാൻ, उस संपन्नता में जीने के लिए അത് ആത്മീകമായി സമ്പന്നനായിരിക്കും, वो आत्मिक संपन्नता रहे ഭൗതികമായി സമ്പന്നനായിരിക്കും, और शारीरिक तौर पर संपन्नता അതുപോലെ रहे, തന്നെ ആരോഗ്യപരമായി സമ്പന്നനായിരിക്കും. और उसी तरह आरोग्य के रूप में संपन्न रहे. ഫിനാൻഷ്യൽ ആൻഡ് സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ, आत्मिक तौर, शारीरिक तौर पर और ഫിനാൻഷ്യൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. आर्थिक स्थिति में, शारीरिक तौर पर और आत्मिक तौर पर संपन्नता. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് തുറന്നു വിടുന്നു. यीशु के नाम में हम उसे रिलीज करते हैं. ഇവർ അത് അനുഭവിക്കട്ടെ. ये वो उसे अनुभव कर पाए. അപ്പൊ ഈ 3 മാസം സ്പെഷ്യൽ ആകട്ടെ. पिता, ये 3 महीना खास बन जाए. നീ അത് പറഞ്ഞു. आपने वो कहा है. ഈ സീസൺ ഇവിടെ ഇരിക്കുന്ന ആർക്കും നഷ്ടപ്പെടല്ല. ये मौसम यहाँ बैठे किसी को भी नष्ट ना हो पाए. തെറ്റായി കാര്യങ്ങൾ ഗ്രഹിച്ച് സീസൺ നഷ്ടപ്പെടുത്തരുത്. बातों को गलत रूप में स्वीकार कर इस मौसम को नष्ट ना कर दे. വചനത്തെ വചനമായിട്ട് തന്നെ ഗ്രഹിക്കാനിടയാകണം. वचन को उस वचन के ही रूप में ग्रहण करने के लिए मदद करना. ഇന്നലകളിൽ പഠിച്ചു വച്ചത് വിശ്വസിച്ചിരുന്ന് ഞങ്ങളുടെ സീസൺ നഷ്ടപ്പെടുത്താനിടയാകരുത്. पिछले दिनों में जो हमने सीखा उस पर डटे रहकर इस मौसम को हम नष्ट ना करें, ऐसी हमको मदद ഇന്ന് करना. ആത്മാവ് തുറന്നു തരുന്നതിനകത്ത് വസിക്കാൻ ഞങ്ങൾക്കിടയാക്കണം. आज जो आत्मा ने खोल कर दिया है उसमें निवास करने के लिए हमको मदद करना. സകല വിടുതലും അനുഭവിക്കാനിടയാകണം. सारे छुटकारे को वो अनुभव कर पाए. ദൈവരാജ്യത്തിൽ അനുഭവിച്ചതെല്ലാം ഞങ്ങൾക്ക് ഈ ഭൂമിയിലും അനുഭവിക്കാനിടയാകണം. परमेश्वर के राज्य में जो भी अनुभव करते हैं वो सब हम यहाँ पर भी സ്വർഗ്ഗം अनुभव അത് कर पाए. ചെയ്യുന്നതിനാൽ സ്തോത്രം. प्रभु आप वो कर रहे हो, इसके ഈ लिए ജനത്തെ धन्यवाद. ഞാൻ ബ്ലസ് ചെയ്തയക്കും. आपके इन बच्चों को मैं आशीषित करके भेजता हूँ. അത്ഭുതങ്ങൾ കാണട്ടെ. ये अद्भुत कार्यों को देखें, അത്ഭുതങ്ങൾ ചെയ്യട്ടെ. अद्भुत कार्यों को वो करे, അത്ഭുതമായി മാറട്ടെ. वो अद्भुत बन जाए. കർത്താവ് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. परमेश्वर आप वो कर रहे हो, इसके लिए धन्यवाद. യേശു ക്രിസ്തുവിൻ നാമത്തിൽ यीशु मसीह के नाम में इस प्रार्थना को पूछते हैं. ആമേൻ. आमेन. ആമേൻ. आमेन.